السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل المودة والرحمة بين الأزواج والزوجات ورغب في بناء الأسرة، والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഖത്തർ മതകാര്യ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ വേദിയിലും ഈ സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അവൻ്റെ പ്രത്യേകമായ റഹ്മത്തും ബറകാത്തുകളും നമ്മിൽ അവൻ ചൊരിഞ്ഞു തന്ന് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ജീവിതം അടയാളപ്പെടുത്തുക നാളേക്ക് വേണ്ടി എന്ന നമ്മുടെ ഇസ്ലാമിക് കോൺഫറൻസിലെ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന നമ്മുടെ ഇന്നത്തെ ഫാമിലി കോൺഫറൻസിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ ആരംഭിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമുക്കെല്ലാം തിരിച്ചു പോകുമ്പോൾ വലിയ മുന്നൊരുക്കത്തോടുകൂടെ മാത്രമായിരിക്കണം അവൻ്റെ അടുക്കലേക്ക് പോകേണ്ടതെന്നും ആ ഒരുക്കങ്ങളായി എന്തൊക്കെയാണ് നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ടതെന്നും വളരെ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. യഥാർത്ഥത്തിലുള്ള ഈമാൻ, ആ ഈമാനിൽ കൃത്യമായി തന്നെ നിലനിന്നുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ എന്ന പേരിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് മുഴുവനും നമ്മൾ ചൊല്ലിവരുന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാർട്ടായ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാർഗത്തോട് പരിപൂർണമായും ഇത്തിബാഴ് ചെയ്തുകൊണ്ടും പുതുനിർമ്മിതികളും പുത്തൻ വാദങ്ങളും കലരാതെയും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ പരലോക കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന, അവിടെ മുഖവിലക്കെടുക്കുന്ന യഥാർത്ഥ വിഭവങ്ങളുമായി മരിച്ചുപോയാലേ അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എങ്കിൽ എനിക്ക് ഇന്ന് പറയുവാനുള്ളത്, അങ്ങനെയുള്ള ഒരുക്കം ഒരു കുടുംബത്തിൽ ഒരാൾ ഒരുങ്ങിയാൽ മതിയോ അല്ലേ എന്നുള്ളതാണ്.
ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൽ ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നായി സംഗമിച്ചിരിക്കുകയാണ്. നാട്ടിൽ കുടുംബങ്ങളെയാക്കി ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ കുടുംബസമേതം ജീവിക്കുന്ന കുടുംബത്തോടൊന്നിച്ച് ഈ വേദിയിൽ തന്നെ വന്നവരും ഉണ്ട്. എന്തായാലും എല്ലാവരോടും ഒരുപോലെ എനിക്കെന്നോടെന്ന പോലെ പറയുവാനുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് നാം ഓരോരുത്തരും ചോദിക്കപ്പെട്ടാൽ നമുക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടി, എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ കുടുംബങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോയാൽ പോരാ, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുജനങ്ങൾ, ഇവരൊക്കെ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവണം. അങ്ങനെ കുടുംബമൊന്നിച്ച് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മോഹം, ആഗ്രഹം. എങ്കിൽ ആ ആഗ്രഹവും മോഹവും നമ്മൾ വെറുതെ മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടന്നതുകൊണ്ട് കാര്യമില്ല. മറിച്ചെന്തു വേണം? ഇന്നലെ നമ്മൾ പറഞ്ഞ വിഭവമുണ്ടല്ലോ, പരലോകത്ത് മുഖവിലക്കെടുക്കുന്ന വിഭവങ്ങൾ. ആ വിഭവങ്ങൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും കൈകളിൽ ഉണ്ടാകണം. കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ ആ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, അയാളുടെ കെയർ ഓഫിൽ എനിക്ക് രക്ഷപ്പെടാം പരലോകത്ത് എന്ന് ദയവായി ആരും വിചാരിക്കരുത്. പരലോകം അങ്ങനെയുള്ള ഒരു ലോകമല്ല. അതൊക്കെ ഇവിടെ ചിലപ്പോൾ നടക്കും. വലിയ സ്വാധീനവും സമ്പത്തും സൗകര്യങ്ങളും അധികാരങ്ങളുമൊക്കെയുള്ള ആളുകളുടെ ബന്ധപ്പെട്ടവരും ഉറ്റവരും ഉടയവരും അവരെ സ്നേഹിക്കുന്നവരുമൊക്കെ അവരുടെ അത്ര സ്ഥാന പദവിയോ ധനമോ ഒന്നുമില്ലെങ്കിലും ഇവരുടെയൊക്കെ കെയർ ഓഫിൽ ഇവിടെ പലതും നേടാനും പല ഉയരങ്ങളിലെത്താനും ദുന്യാവിൽ സാധിക്കാറുണ്ട്. പരലോകം തികച്ചും വ്യത്യസ്തമാണ്. അവിടെ ഞാൻ നന്നായാലേ എനിക്ക് രക്ഷയുള്ളൂ. നല്ലൊരു ബാപ്പയുടെ മോനാണ് എന്ന കെയർ ഓഫിൽ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവില്ല, തീർച്ചയാണ്. അതുപോലെ തന്നെ നല്ലൊരു മകൻ എനിക്കുണ്ട്, അക്കെയർ ഓഫിൽ ബാപ്പയായ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് വ്യാമോഹമാണ്. അതവിടെ നടക്കൂല. എൻ്റെ ഭർത്താവ് വളരെ നല്ല വ്യക്തിത്വമാണ്, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ അക്കെയർ ഓഫ് പറഞ്ഞുകൊണ്ട് എനിക്കവിടെ കയറിപ്പറ്റാം സ്വർഗലോകത്ത്. വിഡ്ഢിത്തമാണ് ആ ചിന്ത. എൻ്റെ ഭാര്യ നല്ലവളാണ്, അവൾ നല്ല ദീനീ ഭക്തയാണ്, ഞാനിങ്ങനെയൊക്കെ നടന്നാലും എന്നെ സ്നേഹിക്കുന്ന, ഞാൻ കിടപ്പറ പങ്കിട്ട എൻ്റെ ഭാര്യയുടെ കെയർ ഓഫിൽ എനിക്കവിടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഏതെങ്കിലും ഭർത്താക്കൾ വിചാരിച്ചുവോ? മൗഢ്യമാണ് ആ ധാരണ. എൻ്റെ എളാപ്പ നല്ലയാളാണ്, മൂത്താപ്പ നല്ലയാളാണ്, ബന്ധപ്പെട്ട അളിയാക്ക നല്ലയാളാണ്, ആ ബന്ധം വെച്ചുകൊണ്ട് എനിക്കവിടെ രക്ഷപ്പെടാൻ സാധിക്കുമോ? സാധിക്കില്ല. പരലോക കോടതിയുടെ പ്രത്യേകത അതാണ്. അവിടെ ഇടത്തട്ടുകാരുടെ ഇടത്തട്ടും ചൂഷണക്കാരുടെ ചൂഷണവും സ്വാധീനക്കാരുടെ സ്വാധീനവും ധനാഢ്യൻ്റെ പണവും റെക്കമെൻഡുകാരുടെ റെക്കമെൻഡ് കൊണ്ട് മാത്രം രക്ഷപ്പെടുത്തലുമൊന്നും വിലപ്പോവാത്ത ലോകമാണത്. അതുകൊണ്ടെന്തു വേണം പ്രിയമുള്ളവരെ? ഓരോരുത്തരും അവരവർ നന്നായിക്കൊള്ളണം. അതിന് ഓരോരുത്തരും അവരവർ എങ്ങനെ നന്നാകണോ അങ്ങനെ തന്നെ അവരും നന്നാകണം. ഒരു കുടുംബത്തിൽ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ട് ബാപ്പ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മക്കളുടെ വയറ് നിറയില്ലല്ലോ. മക്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബാപ്പയുടെയും ഉമ്മയുടെയും വയറ് നിറയൂലല്ലോ. ഭർത്താവ് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഭാര്യയ്ക്ക് വയറ് നിറയൂലല്ലോ. ഭാര്യ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭർത്താവിന് അതുകൊണ്ട് വയറ് നിറയുമോ?
പരലോക കോടതി ഇതിനേക്കാൾ അപ്പുറമാണ്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയുള്ളത് രക്ഷാമാർഗം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ യാതൊരു രക്ഷയുമില്ലാത്ത ലോകമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ഞാനേറെ ബഹുമാനിക്കുന്ന എൻ്റെ ഉപ്പയുടെ കൂടെ, ഉമ്മയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ, ഭാര്യയുടെ കൂടെ, എൻ്റെ സ്നേഹജനങ്ങളോടൊപ്പം നാളെ പരലോകത്ത് എനിക്ക് സ്വർഗത്തിലെത്തണോ? ഓ കുടുംബങ്ങളെ, അല്ലാഹു പറയുന്ന വാചകം ശ്രദ്ധിക്കണം. സൂറത്തുൻ നജ്മിലൂടെ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ വഅന്ന സഅയഹു സൗഫ യുറാ. മനുഷ്യനില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞാനും അറിയണം, നിങ്ങളെല്ലാവരും അറിയണമത്. വഅല്ലൈസ ലിൽ ഇൻസാനി, തീർച്ചയായും മനുഷ്യനില്ല, ഇല്ലാ മാ സഅ, അവനെന്താണോ അധ്വാനിച്ചത് അതനല്ലാതെ ഒന്നും അവന് ലഭിക്കാനില്ല. ഞാൻ പ്രയത്നിച്ചതേ എനിക്ക് അവകാശമായി കൊണ്ട് പരലോകത്ത് നിന്ന് കിട്ടാനുള്ളൂ. എൻ്റെ പ്രയത്നവും എൻ്റെ അധ്വാനവുമൊക്കെ വഅന്ന സഅയഹു, തീർച്ചയായും അവൻ്റെ പ്രയത്നങ്ങളെല്ലാം റബ്ബൊരിക്കലും മറന്നു പോകൂല, അതവിടെ കാണാതെ പോകൂല. സൗഫ യുറാ, അതവിടെ കാണപ്പെടുക തന്നെ ചെയ്യും. അണുത്തൂക്കമാണെങ്കിലും അത് കാണും, അണുത്തൂക്കം തിന്മയാണെങ്കിലും കാണും. അതുകൊണ്ട് ഓരോരുത്തരും രക്ഷപ്പെടണമെങ്കിൽ അവരവരുടെ നന്മയുടെ ത്രാസ് കനം തൂങ്ങണം. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ആരുടെ ത്രാസ് കനം തൂങ്ങിയോ, ആരുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങിയോ, അവൻ വളരെ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. അതേ അവസരത്തിൽ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസ് കനം കമ്മിയായോ, ഫഉമ്മുഹു ഹാവിയ, അവന് ചെന്നു ചേരാനുള്ള സങ്കേതം ഹാവിയത്താണ്. വമാ അദ്റാക മഹിയ, എന്താണ് ഹാവിയത്തെന്ന് നിനക്കറിയാമോ? നാറുൻ ഹാമിയ, അത്യുഷ്ണമുള്ള തീയാണത്. നമുക്കെല്ലാം സുപരിചിതമായ കൊച്ചു അധ്യായങ്ങളിലാണ് റഹ്മാനായ റബ്ബിത് പറയുന്നതെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഇവിടെയുള്ള ഓരോരുത്തരും ചിന്തിക്കണം. ഇവിടെ വന്നിരിക്കുന്നവരിൽ ബാപ്പമാരുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, എളാപ്പമാരുണ്ട്, മൂത്താപ്പമാരുണ്ട്, അളിയന്മാരുണ്ട്, ഇളയച്ചിമാരുണ്ട്, മൂത്തച്ചിമാരുണ്ട്, നാത്തൂന്മാരുണ്ട്, അമ്മായിയമ്മമാരുണ്ട്, അമ്മോശാക്കമാരുണ്ട്. ആരാവട്ടെ, ഒരാളുടെ കെയർ ഓഫിലും എനിക്ക് രക്ഷപ്പെടാൻ പരലോകത്താവില്ലെങ്കിൽ ഞാൻ നന്നായോ എനിക്ക് നല്ലത്, ഞാൻ ചീത്തയായോ എനിക്കാണതിൻ്റെ നഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സൂറത്തുൽ ഇസ്രായിൽ വളരെ വ്യക്തമായി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി വമൻ ضل ഫഇന്നമാ യദില്ലു അലൈഹാ. സൂറത്തുൽ ഇസ്രായിൽ മാത്രമല്ല പലയിടത്തും റബ്ബ് ആശയം പറയുന്നുണ്ട്. ആര് നന്നായോ അതവന് തന്നെയാണ് അതിൻ്റെ ഗുണം. ആരെങ്കിലും പിഴച്ചുപോയോ, പിഴച്ചതിൻ്റെ ശിക്ഷ അവന് തന്നെയാണ്. അതുകൊണ്ട് കുടുംബങ്ങളെ, സംതൃപ്തി നമുക്ക് കിട്ടണമെങ്കിൽ, പരലോകത്ത് നമ്മൾ സ്നേഹിക്കുന്ന കുടുംബം നമ്മളോടൊപ്പം വരണമെങ്കിൽ ഓരോരുത്തർക്കും ഇത് കിട്ടണം. ഓരോരുത്തരുടെയും ഏറ്റവും വലിയ വിഭവങ്ങളായിക്കൊണ്ട് ഖബറിലേക്ക് പോകുമ്പോൾ ഇന്നലെ പറഞ്ഞ വിഭവങ്ങളൊക്കെ എല്ലാവരുടെയും കൈകളിൽ ഉണ്ടാകണം. അങ്ങനെയുണ്ടാകുമ്പോഴാണ് മൊത്തത്തിൽ സ്വർഗത്തിലെത്തുന്നത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, എന്ത്? ആർക്കും ഒരാളുടെ കെയർ ഓഫിലും രക്ഷപ്പെടാനാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ വല്ല വകുപ്പും ഉണ്ടായിരുന്നുവെങ്കിൽ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ മോൻ നരകത്തിൽ പോകുമോ? നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ്റെ വിഷയം ഞാനിവിടെ ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. നോഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലത്തോളം ദീനിൻ്റെ ദഅവത്ത് നടത്തിയ മഹാനായ പ്രബോധകനായ പ്രവാചകനാണ്. തൗഹീദിലേക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുവാൻ വലിയ പ്രയാസം സഹിച്ച നേതാവാണ്. പക്ഷേ ആ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഒരു മോൻ തെറിച്ച മോനായിരുന്നു. അവൻ ബാപ്പയുടെ ആദർശത്തിലേക്ക് വന്നില്ല.
അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ ഒന്നടങ്കം ശിക്ഷിക്കുവാൻ വേണ്ടി റബ്ബൊരുങ്ങുന്ന വേളയിൽ അതാ നൂഹ് അലൈഹിസ്സലാം സത്യവിശ്വാസികളെയും കൂട്ടിക്കൊണ്ട് കപ്പലിൽ കയറുകയാണ്. അവിടെ ഒരു വലിയ പ്രളയമുണ്ടാവുകയാണ്. ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അല്ലാഹു നൂഹ് അലൈഹിസ്സലാമിനെയും മുഅ്മിനീങ്ങളെയും തെരഞ്ഞെടുത്ത് കപ്പലുണ്ടാക്കാൻ പറഞ്ഞ് കപ്പലിലേക്ക് കയറുകയാണ്. ആ സമയത്താണ് ബാപ്പ കാണുന്നത് തൻ്റെ സ്വന്തം മോനതാ അവനിപ്പോൾ പ്രളയത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന ഘട്ടമാണെന്ന് വന്നപ്പോ പിതാവായ നൂഹ് അലൈഹിസ്സലാം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എൻ്റെ കുഞ്ഞുമോനെ, സ്നേഹത്തോടെ ഉപ്പ വിളിക്കേണ്, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ഇർകം മഅനാ, കപ്പലിൽ കയറിക്കോ മോനെ. ഉപ്പായാണ് വിളിക്കുന്നത്, വാപ്പയാണ് വിളിക്കുന്നത്. മോനെ, വാപ്പൻ്റെ കൂടെ കപ്പലിൽ കയറണം എൻ്റെ മോനെ, രക്ഷപ്പെടണം മോനെ. നീ കാഫിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട് നരകാവകാശിയാവല്ലേ എന്ന് നൂഹ് അലൈഹിസ്സലാം പറയുമ്പോൾ അധികാരിയായ അഹങ്കാരിയായ മോൻ്റെ മറുപടി, എനിക്കത് ആവശ്യമില്ല. അക്കാണുന്ന വലിയ ഉയരമുള്ള പർവ്വതത്തിൻ്റെ അടുത്തേക്ക് നോക്കൂ ബാപ്പ, അവിടേക്കൊന്നും വെള്ളമെത്തിക്കാൻ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് പറ്റൂല, ഞാൻ അവിടെ കയറി രക്ഷപ്പെട്ടോളാമെന്ന് അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു നിലക്കും അവൻ വഴങ്ങുന്നില്ല. അവസാനം എന്താണ് ഉണ്ടായത്? ബാപ്പ ഇങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ എൻ്റെ മോൻ, എൻ്റെ മോൻ, എൻ്റെ മോൻ എന്ന്. പക്ഷേ വഹാല ബൈനഹുമൽ മൗജു, തിരമാല ആ ബാപ്പയുടെയും മകൻ്റെയും ഇടക്ക് മറയിട്ടുകൊണ്ട് ഫകാന മിനൽ മുഗ്റഖീൻ, ആ മകൻ മുങ്ങിച്ചാകുന്നവരുടെ കൂട്ടത്തിൽ പെടുകയാണ്. ആ സമയത്തും റഹ്മാനായ റബ്ബിനോട് പിതാവായ ഒരു പിതാവ്, ഒരു ബാപ്പ എന്ന വേദനയോടുകൂടി അള്ളാഹിനോട് പിന്നെയും നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, റബ്ബി ഇന്നബിനീ മിൻ അഹ്ലീ, എൻ്റെ മോൻ, എൻ്റെ മോനെ രക്ഷിക്ക് അല്ലാ എന്ന് നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനായ ബാപ്പ പറഞ്ഞപ്പോ അല്ല പറയുന്നത് എന്താണ്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ മോനല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ്റെ കാര്യത്തിൽ ഇനി എന്നോട് മിണ്ടിപ്പോകരുത്, അറിയാത്തത് സംസാരിക്കരുത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് തൗബ ചെയ്യുകയാണ്. റബ്ബേ, അറിയാതെ ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചു പോയെങ്കിൽ മാപ്പാക്കണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു. ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഞാൻ അടക്കമുള്ളവർ ചിന്തിക്ക്, നമ്മൾ നന്നായതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകൂല, കെയർ ഓഫിൽ രക്ഷപ്പെടാനാകൂല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മോൻ ബാപ്പയുടെ മുമ്പിൽ കിടന്നുകൊണ്ടാണ് പ്രളയത്തിൽ മുങ്ങിച്ചത്ത് കാഫറായി മരിച്ചു പോകുന്നത്. ബാപ്പ നബിയല്ലേ, ഒരു രക്ഷയില്ല, അതൊന്നും അവിടെ പറഞ്ഞാൽ നടക്കൂല. ഇനി നിങ്ങൾ നോക്ക്, അതേ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ മറ്റൊരു പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാം, രണ്ടാളും ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാർ നബിമാരാണ്. നബിമാരായ രണ്ട് ഭർത്താക്കന്മാരുടെ രണ്ടുപേരുടെയും ഭാര്യമാർ, അവരുടെ വിശ്വാസം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും വിശ്വാസമായിരുന്നില്ല. അവർ ഈ നബിമാരുടെ ആദർശത്തിലേക്ക് കടന്നു വന്നില്ല. ചുരുക്കി പറയട്ടെ, റഹ്മാനായ റബ്ബ് കൃത്യമായി സൂറത്തു തഹരീമിലൂടെ പറഞ്ഞതെന്താണെന്നോ, ഈ രണ്ട് നബിമാരുടെയും ഭാര്യമാരോട് പറയപ്പെടുക എന്താണ്? വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പൊയ്ക്കോ. ആരാ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? ആരെയാ പറഞ്ഞയക്കുന്നത്? നൂഹ് നബി എന്ന പ്രവാചകന്റെ ഭാര്യയെ, ലൂത്ത് നബി എന്ന പ്രവാചകന്റെ ഭാര്യയെ നരകത്തിലേക്കാ പോകുന്നത്. ഭർത്താവ് നല്ലവരല്ലേ, രക്ഷപ്പെടുത്താൻ അവിടെ പരലോകത്ത് റഹ്മാനായ റബ്ബ് ചെയ്യൂല. നന്നായിട്ടില്ല, സ്വയം ഈമാൻ ഉണ്ടെങ്കിലല്ലാതെ, സ്വന്തം ഈമാൻ ശരിപ്പെടുത്തിയാലല്ലാതെ ഒരാളുടെ കെയർ ഓഫിലും രക്ഷപ്പെടൂല. ഇനി കേൾക്കണോ, റഹ്മാനായ റബ്ബിൻ്റെ ഖലീലായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദീന് ശരിക്കും വീട്ടിൽ പറഞ്ഞു കൊടുത്തു, നാട്ടിൽ പറഞ്ഞു കൊടുത്തു, സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ സ്വന്തം ബാപ്പ പോലും അംഗീകരിച്ചില്ല ഇബ്രാഹിം നബിയെ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആസറ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയുടെ പേര് ആസർ എന്ന് ഖുർആനിലുണ്ട്. ആ ആസർ എന്ന് പറയുന്ന മനുഷ്യൻ
മോൻ പറയുന്ന ദഅവത്തിലേക്ക് ചെവി കൊടുത്തില്ല. മോനെ ചീത്ത പറഞ്ഞു, മോനെ എതിർത്തു, കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്ന് പടിക്ക് പുറത്താക്കി ആട്ടിപ്പറഞ്ഞയച്ചു. അങ്ങനെയാണ് ആ ബാപ്പ മകനോട് പെരുമാറിയത്. മകൻ പ്രവാചകനാണ്. പക്ഷേ നാളെ മഹ്ശറിലെത്തുമ്പോ, പരലോക കോടതിയിലെത്തുമ്പോ അവിടെ നടക്കുന്ന ദയനീയമായ ഒരു രംഗമുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മകൻ ബാപ്പയെ കാണുന്നു. മഹ്ശറിൽ ബാപ്പയെ കാണുകയാണ്. ഒരു നികൃഷ്ടനായ ഒരു ജീവിയുടെ കോലത്തിലാണ് കാണുന്നത്. അങ്ങനെ കണ്ടു എന്ന് മാത്രമല്ല, ആ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ബാപ്പയെ ഒരേറാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണുകയാണ്. റബ്ബിനോട് പറഞ്ഞു നോക്കി, അല്ലാ എൻ്റെ ബാപ്പ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവൻ്റെ തീരുമാനം എന്താണ്? നരകം അതവർക്കുള്ളതാണ്. ഒരിക്കലും അവർക്ക് സ്വർഗമില്ല. സ്വർഗം അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ എത്ര ആളെ കേട്ടു? ബാപ്പയുടെ കെയർ ഓഫിൽ മോൻ രക്ഷപ്പെടൂല, ഭർത്താവിൻ്റെ കെയർ ഓഫിൽ ഭാര്യ രക്ഷപ്പെടൂല. ഇനി ഭാര്യയുടെ കെയർ ഓഫിൽ ഭർത്താവ് രക്ഷപ്പെടുമോ? ലോകം കണ്ട ധിക്കാരിയായ ഫറോവ, ആ ഫറോവയുടെ കിടപ്പറ പങ്കിട്ട വ്യക്തിത്വം മഹദിയായ ആസിയ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹാ, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ തൗഹീദ് കേട്ട് ആ തൗഹീദിലേക്ക് ആകൃഷ്ടയായിക്കൊണ്ട്, എനിക്ക് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വേണ്ട, എനിക്ക് റാണിയായി വിലസണ്ട, ദുന്യാവിലെ ഒരു സൗകര്യങ്ങളും എനിക്ക് വേണ്ട, മൂസ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയിട്ടുള്ള എൻ്റെ റബ്ബിൻ്റെ സ്വർഗം മതി എനിക്ക് ദുന്യാവിലൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആസിയ ബീവി അവർ റഹ്മാനായ റബ്ബിനോട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നേരത്തും സത്യവിശ്വാസികളുടെ മുഴുവൻ മാതൃകയായിക്കൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തിയ ഇമ്രഅത്ത് ഫിർഔൻ എന്ന് പറഞ്ഞ ആ മഹദിയതാ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും, ഓ സഹോദരിമാരെ, ദീനിന് വേണ്ടി നമ്മളൊക്കെ എന്താ അനുഭവിച്ചിട്ടുള്ളത്? നമ്മുടെ നേതാവായ വിശ്വാസികൾക്ക് മുഴുവനും മാതൃകയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിൻ്റെ പട്ടാളക്കാരുടെ കിരാതമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നേരത്തും അവരുടെ ചുണ്ടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നൊരു ദുആയുണ്ടായിരുന്നു. റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ. എന്താ ഒരു ദുആ ചെയ്തത്? റബ്ബേ, എനിക്ക് ദുന്യാവിലെ ഒരു സുഖങ്ങളും വേണ്ട. ഞാൻ ഫറോവയുടെ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്, ശരിയാണ്. എന്നെ പരിചരിക്കാൻ തോഴിമാരുണ്ട്, സഖികളുണ്ട്, പലരുമുണ്ട്, മുന്തിയ ഫ്രൂട്ട്സുകളുണ്ട്, ഭക്ഷണങ്ങളുള്ള കൊട്ടാരത്തിലെ രാജ്ഞിയാണ് ഞാൻ. പക്ഷേ എനിക്കതൊന്നും വേണ്ട അല്ലാ. എനിക്ക് നിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരു വീട് വേണം. നിന്റെ അടുക്കൽ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരാമോ? എന്നെ ഈ ഫറോവയുടെ ഈ കിരാതമർദ്ദനത്തിൽ നിന്ന്, അക്രമികളുടെ മർദ്ദനത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിന്റെ അടുക്കൽ എനിക്കൊരു വീട് തരാമോ? സ്വർഗം തരാമോ? ഫറോവയുടെ ഭാര്യയുടെ തേട്ടം അതായിരുന്നു. ഉമ്മമാര് ചിന്തിച്ചോ, റബ്ബിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം നമ്മളൊക്കെ സഹിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉമ്മ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ദുന്യാവിലെ രാജ്ഞിപ്പട്ടം കിട്ടിയിട്ടും എല്ലാ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞിട്ട് റബ്ബിനോട് പറയാണ്, ദുന്യാവിൽ എന്നെ ആരെന്ത് ചെയ്താലും, എന്നെ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കി എന്നെ വധിച്ച് കളഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. റബ്ബേ, നിന്റെ അടുക്കൽ ഒരു കൊട്ടാരം, നിന്റെ അടുക്കൽ എനിക്കൊരു വീട്. അങ്ങനെ അവർ പരലോക യാത്രയായ ഉമ്മയ, ആ ഉമ്മ മഹദിയാണെന്നുള്ളത് കൊണ്ട്, ആ ഭാര്യ മഹദിയാണെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഇളവിധിക്കാരിയായ ഫറോവക്ക് പരലോകത്ത് കിട്ടുമോ? അവൻ ചെങ്കടലിൽ മുക്കിക്കൊല്ലപ്പെട്ടവനല്ലേ? അവൻ എന്തെങ്കിലും ഒരു ഇളവ് പ്രതീക്ഷിക്കാനാകുമോ? ഒരിക്കലുമില്ല. ഇനി അധികം ആ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. മനസ്സിലാകാൻ മാത്രം ഇതൊക്കെ എമ്പാടുമായി ഒരാളുടെയും കെയർ ഓഫ് പറഞ്ഞുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഖബറിലോ പരലോകത്തോ രക്ഷപ്പെടാൻ എനിക്കാവില്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ച്
സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണോ? എല്ലാവരും അവരവർക്ക് വേണ്ട ഇൽമുകൾ അവരവർ നേടിയെടുക്കണം. അത് നേടണം. ഇപ്പം നിങ്ങൾ നോക്കൂ, പലപ്പോഴും നമ്മുടെ സദസ്സുകളുടെ അവസ്ഥ എന്താണ്? ഖുർആൻ ക്ലാസ്സുകളുടെ അവസ്ഥ എന്താണ്? ഹദീസ് ക്ലാസ്സുകളുടെ അവസ്ഥ എന്താണ്? ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ ബാപ്പ ക്ലാസ്സിന് വരുന്നുണ്ടാകും, ഭാര്യ വരുന്നില്ല, മക്കൾ വരുന്നില്ല, കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് വരുന്നത്. ചിലപ്പോൾ പെണ്ണ് വരുന്നുണ്ട്, ഭർത്താവിന് അതിനോട് താല്പര്യമില്ല. ഇനി ഭാര്യയും ഭർത്താവും കൂടെ ദീന് പഠിക്കാൻ വരുന്നുണ്ട്, മക്കൾക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് കോഴ്സാണ്, അവർക്ക് ട്യൂഷനാണ്, അവർക്ക് പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട് ഉമ്മയും ബാപ്പയും ഒക്കെ നേരത്തെ തന്നെ ഒന്നാം സഫിലെത്തി ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ മക്കൾ ഇതൊന്നും പഠിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ മക്കളെ കൂടെ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? കാരണം നിങ്ങൾ നേടിയത് അവർ നേടിയിട്ടില്ല. നിങ്ങൾ നേടിയത് അവരും നേടിയിട്ടുണ്ടെങ്കിലേ അവർക്ക് നിങ്ങളുടെ അത്ര തന്നെ പവറൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് റബ്ബ് സ്വർഗത്തിലേക്ക് അവരെ എത്തിച്ചു തരികയുള്ളൂ. പക്ഷേ അതിന് അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷനും ആ രൂപത്തിലുള്ള അവസ്ഥയും അവരിൽ ഉണ്ടാവണം. അതെന്താ? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു വലിയ സന്തോഷമാണ് നൽകുക. അവരുടെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ വേണ്ടി റബ്ബ് ചെയ്യുന്ന വേറൊരു കാരുണ്യമുണ്ട്. അതെന്താണ്? ചില ബാപ്പമാർ അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ വലിയ നേതാക്കളായിരിക്കും. സ്വർഗത്തിലേക്ക് ഉന്നതമായ പദവി കിട്ടാൻ മാത്രം അവരൊക്കെ ഉയർന്നവരായിരിക്കും. അതേ അവസരത്തിൽ അവരുടെ മക്കൾ ഒരുപക്ഷെ അത്ര തന്നെ അങ്ങോട്ട് ഉയർന്നിട്ടുണ്ടാവില്ല. എന്നാൽ അവർ കാഫിറുകളല്ല, മുനാഫിക്കുകളല്ല, തെമ്മാടികളല്ല. സ്വർഗത്തിൽ ഈ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ പദവിയോളം എത്താൻ മാത്രമുള്ള ഒരു ശ്രേഷ്ഠത അവർക്കില്ല, ഒരു തുല്യ പദവി അവർക്കില്ല എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുകയല്ല. അല്ലാഹു പറയുകയാണ്, അങ്ങനെയുള്ള ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷം സ്വർഗത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റബ്ബ് ചെയ്യുന്ന ഒരു കാരുണ്യമുണ്ട്. അത് സൂറത്തു തൂറിലെ 21-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ടുമുണ്ട്. അതെന്താണെന്നല്ലേ? വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തു തൂറിലെ 21 മറക്കരുത്. ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ എല്ലാവരും ചിന്തിക്കണം. അല്ലാഹു പറയാണ്, ശരിക്ക് ചിന്തിക്കണം. വല്ലദീന ആമനൂ, മുഅ്മിനുകളായ ബാപ്പമാര് ഉമ്മമാര്, ആ മുഅ്മിനുകളായ ബാപ്പയും ഉമ്മയൊക്കെ സ്വർഗത്തിലെത്തി. അതോടൊപ്പം തന്നെ അവരുടെ മക്കൾ അത്ര തന്നെ ഉമ്മയും ഉപ്പയും എത്തിപ്പോയ ദർജയിലെത്താൻ മാത്രം അത്ര ഉയർന്നവരല്ല, എന്നാലും അവർ സ്വർഗത്തിലുണ്ട്. സ്ഥാനക്കയറ്റം കിട്ടാൻ മാത്രം അവർക്ക് യോഗ്യതയില്ല. പക്ഷേ ഈ ഉമ്മാക്കും ഉപ്പാക്കും കണ്ണ് നിറയണ്ടേ? ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിൽ സന്തോഷം ഇരട്ടിക്കണ്ടേ? അവർക്ക് കൺകുളിർമ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അല്ലാഹു ചെയ്യുന്ന ഒരു കാരുണ്യമുണ്ടതെന്താണ്? അത്തരത്തിലുള്ള മക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, ഈ മക്കളെ ഉപ്പാടെ ഉമ്മാടെ പദവിയിലേക്ക് അല്ലാഹു അങ്ങ് സ്ഥാനക്കയറ്റം കൊടുക്കും. ഇവരുടെ എത്ര അമലൊന്നും ഈ മക്കൾക്കില്ലെങ്കിലും മുഅ്മിനീങ്ങളായ മക്കളാണ്. നരകത്തിൽ പോകേണ്ട തെമ്മാടികളൊന്നുമല്ല, സ്വർഗത്തിലെത്തേണ്ട മക്കൾ തന്നെയാണ്. ആ മക്കൾക്ക് ഈ ബാപ്പയെ പരിഗണിച്ച്, ഉമ്മയുടെ സന്തോഷം പരിഗണിച്ച്, ഉമ്മയുടെയും ഉപ്പയുടെയും ദറജയിലേക്ക് ഈ മക്കളെ അല്ലാഹു അങ്ങ് സ്വർഗത്തിൽ പദവി ഉയർത്തിക്കൊടുക്കുന്നു. ആരുടെയെങ്കിലും ഒരു നന്മയെടുത്തിട്ട് കൊടുത്ത് ആർക്കെങ്കിലും കമ്മി വരുത്തിക്കൊണ്ടാണോ? ഒരിക്കലുമല്ല. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ. എന്തൊരു സന്തോഷ വാർത്തയാണത്! എത്ര മനോഹരമായ ഒരു ന്യൂസാണത്! റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കണം. അവിടെ അല്ലാഹു പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണ്? വല്ലദീന ആമനൂ. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ബാപ്പിയും ഈ മുഅ്മിനീകളാണ്. അവർ സ്വർഗത്തിലേക്കെത്തി. ആ സ്വർഗത്തിലെത്തുമ്പോൾ
അവരുടെ കൂടെ അവരുടെ മക്കളെ അല്ലാഹ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ മക്കളിൽ ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? അതാണ് രണ്ടാമത് പറയുന്നത്. വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ. ഈ ബാപ്പയോട് ഈ ഉമ്മയോട് ഈ മക്കളെ അല്ലാഹ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്തേ ചേർത്ത് കൊടുക്കാൻ കാരണം? ഈ ബാപ്പയുടെയും ഉമ്മയുടെയും ഈമാനിലേക്ക് ഈ മക്കളും പിന്നാലെ ഫോളോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാപ്പൻ്റെയും ഉമ്മൻ്റെയും സമ്പത്തിൻ്റെ അവർക്ക് കോരിക്കൊടുക്കുമെന്നല്ല, പദവി ഉണ്ടായതുകൊണ്ട് എന്നല്ല. ബാപ്പയുടെയും ഉമ്മയുടെയും ഈമാനിലേക്ക് ഈ മക്കളും പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് ഈ ബാപ്പാക്കും ഉമ്മാക്കും സന്തോഷത്തിൻ്റെതായ ഒരു കൺകുളിർമ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് അവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. ചുരുക്കി പറയുകയാണ് സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുഅ്മിനീങ്ങളാവണം, അല്ലാത്ത യാതൊരു കെയർ ഓഫിലും അവിടെ രക്ഷപ്പെടാനാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് വേണം? ഞാൻ ഇന്നലെ പറഞ്ഞ ഈമാനികമായ വിഭവം, വിശ്വാസ വിശുദ്ധി വേണം, കർമ്മവിശുദ്ധി വേണം, സ്വഭാവ വിശുദ്ധി വേണം, ലൈംഗിക വിശുദ്ധി വേണം, സാമ്പത്തിക വിശുദ്ധി വേണം, ധാർമ്മിക വിശുദ്ധി വേണം. എല്ലാ അർത്ഥത്തിലും എല്ലാവരും വിശുദ്ധി പാലിച്ചാലേ ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരവസ്ഥയിലേക്ക് ഉയരാനും വളരാനുമാണ് ഈ ഫാമിലി കോൺഫറൻസുകളിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അതിനെന്താ നമുക്ക് തടസ്സം? ഇതിനെന്താ നമുക്ക് തടസ്സം? ഒന്നാമത്തെ തടസ്സം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇൽമ് പറയുന്ന വേദികളിൽ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരെയും ഇന്ന് കാണാനില്ല. ഇത് നിങ്ങൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ കാര്യമല്ല. ഇതെല്ലാ കുടുംബങ്ങളിൽ നിന്നും മാറ്റം വരണം. ഒരു ദർസിലേക്ക്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വേദിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ ഭാര്യ വേണം, നിങ്ങളുടെ ഭർത്താവ് വേണം, നിങ്ങളുടെ മക്കൾ വേണം, നിങ്ങളുടെ ബന്ധപ്പെട്ടവർ വേണം. കാരണം നിങ്ങൾ എന്തിനാ പോകുന്നത്? സ്വർഗത്തിൽ കടക്കാൻ. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ബന്ധപ്പെട്ടവരെ വീട്ടിലാക്കിയിട്ട് നിനക്കതൊന്നും വേണ്ടെന്ന് പറയാൻ എങ്ങനെയാ നമുക്ക് കഴിയുക? അതുകൊണ്ട് നമ്മൾ പഠിച്ചത് മറ്റുള്ളവരും പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവില്ല. എന്തേ കുടുംബത്തിൽ അസ്വസ്ഥത വിളയാടുന്നത്? എന്തേ കുടുംബത്തിൽ അശാന്തി പടരുന്നത്? കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട നിയമങ്ങൾ ലോകത്തുള്ള എല്ലാ കുടുംബത്തിനും മാതൃകയായി കൊണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹാനായ നേതാവിൻ്റെ ആശയങ്ങളെ നമ്മൾ കാറ്റിൽ പറത്തി. അതോടെ കുടുംബത്തിൻ്റെ എല്ലാ രൂപത്തിലുള്ള പ്രതിസന്ധികൾക്കും അവിടെ തുടക്കമായി. എന്താണ് ഈ കുടുംബത്തിൽ അശാന്തി? കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ടിരുന്ന് കരയുകയല്ല, പരിഹാരവും കാണണം. എന്താണ് കുടുംബത്തിൽ കാണുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം? ഒന്നാമതായി നമ്മൾ അറിയണം, എന്താ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. അന്യരായി രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ കഴിഞ്ഞിരുന്നവരാണ് ഒരു പെണ്ണ്. അവർ കണ്ടു, തൃപ്തിപ്പെട്ടു, ഇസ്ലാമികമായ നിയമങ്ങളോടുകൂടി അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിയമങ്ങൾ ആരംഭിക്കുന്നു. കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ പോണോ? സംതൃപ്തമായി ജീവിക്കണോ? ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നീ നിന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, മകൾക്ക് നിങ്ങൾ പുതിയാപ്പിളയെ തെരഞ്ഞെടുക്കുമ്പോൾ മാനദണ്ഡം ഇന്ന് നാട്ടുനടപ്പ് പലതുമുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ധനമാണ് പലരും നോക്കുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യമാണ് രണ്ടാമത് നോക്കുന്നത്. നല്ല തറവാട്ടുകാരാണോ എന്നാണ് മൂന്നാമത് നോക്കുന്നത്. പിന്നെ നോക്കുന്നത് എന്താണ്? കുറച്ചൊക്കെ ദീന് വല്ലതും ഉണ്ടോ? ദീനുള്ള പെണ്ണാണോ? ദീനുള്ള ചെറുക്കനാണോ? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇങ്ങനെ 3-4 കാര്യങ്ങളൊക്കെ വിവാഹത്തിൻ്റെ അന്വേഷണ വേളയിൽ ഇതൊക്കെ ആളുകൾ നോക്കുന്നുണ്ട്. നോക്കിക്കോ, വിരോധമൊന്നുമില്ല. പക്ഷേ അവസാനം മുസ്തഫ പറയാണ്, ഈ പറഞ്ഞ 4 നീ പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനുള്ളതിനെ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അപ്പം ദീനുള്ളവളെ തെരഞ്ഞെടുക്കണം, ദീനുള്ളവനെ തെരഞ്ഞെടുക്കണം. ആദർശ പൊരുത്തം വേണം. നമ്മൾ പറയുമെന്ത്, അതൊക്കെ പിന്നുണ്ടായിക്കോളും, മുതൽ വന്നിട്ടുണ്ടാകുന്നു നമ്മൾ പറയുന്നില്ല. മുതലുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെണ്ണെടുക്കുള്ളൂ.
നല്ല സ്വത്ത് വേണം അവൾക്ക്, സൗന്ദര്യം വേണം അവൾക്ക്, തറവാടിത്തം വേണം. അതിനൊക്കെ നമുക്ക് വലിയ മുഖവിലയാണ്. ദീന് കുറച്ച് കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മളെ പൊരിയിലേക്കല്ലേ വരുന്നത്, ദീനൊക്കെ നമ്മക്കാണ്ട് ഉണ്ടാക്കാം. നമ്മളെ കുട്ടിനെയല്ലേ കെട്ടുന്നത്, അയാൾക്ക് ദീനൊക്കെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. ആ വിഷയത്തിൽ അങ്ങ് കണ്ണ് ചിമ്മിയിട്ട് പണമുള്ള പണക്കാരനാണോ, പണക്കാരി പെണ്ണാണോ, സൗന്ദര്യമുണ്ടോ, അഭിജാത്യമുണ്ടോ, കുടുംബമഹിമയുണ്ടോ, ഇതിനൊക്കെ മാത്രം വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ കല്യാണം നടക്കുമ്പോൾ എന്തേ ഇന്ന് രാജ്യത്തതാ തലാഖുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ, ന്യൂജനുകളിൽ നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ എത്ര പെട്ടെന്നാണ് ത്വലാഖുകൾ നടക്കുന്നത്. എന്തേ കാരണം? ദീൻ അവിടെ പരിഗണിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് നല്ല ചൊറുക്കുള്ള പെണ്ണാണ്. സൗന്ദര്യം നോക്കിക്കോളൂ, ഇസ്ലാം പറഞ്ഞിട്ടില്ല നീ വിരൂപിയെ കെട്ടണമെന്ന്. സൗന്ദര്യം നോക്കാം, ധനം നോക്കാം, തറവാടിത്തം നോക്കാം, പക്ഷേ അതൊക്കെ ദീനുണ്ടെങ്കിലാണ്. ദീനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതുണ്ടോ എങ്കിൽ നീ ബാക്കിയൊക്കെ പിന്നെ നോക്കിക്കോ. നേരെ മറിച്ച് ദീനില്ല, പിന്നെ നീ ഒന്നും അവിടെ നോക്കാനില്ല. ശിർക്ക് ചെയ്യുന്ന പെണ്ണിന് പുതിയാപ്പളയായി തൗഹീദുള്ള ഭർത്താവ് പറ്റൂല. ശിർക്ക് ചെയ്യുന്ന ഭർത്താവിന് പുതിയവണ്ണായി ഒരു പെണ്ണ്, ആ നിലക്ക് തൗഹീദുള്ള പെണ്ണ് പറ്റൂല. ഇതല്ല പറഞ്ഞതല്ലേ? ആദർശ പൊരുത്തമാണ് ഒരു കല്യാണത്തിൻ്റെ ഒന്നാമതായി ചിന്തിക്കേണ്ടത്. ആദർശ പൊരുത്തം വേണം. ആദർശ പൊരുത്തം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? സമാധാനം ഉണ്ടാവില്ല. ഭർത്താവിന് പ്രശ്നം വരുമ്പോഴൊക്കെ അതാ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട മറ്റുള്ളവരെയാണ് വിളിച്ചു തേടുന്നത്. അയാളുടെ കൈത്തണ്ട മുഴുവനും ഏലസാണ്, നെറുക്കുകളാണ്, ഉറുക്കുകളാണ്. അയാൾ അനങ്ങിയാൽ ഓരോ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. അയാൾ ഹോമ ചികിത്സ വീട്ടിൽ ചെയ്യുന്നുണ്ട്, മുട്ടറുക്കുന്നുണ്ട്, തട്ടറുക്കുന്നുണ്ട്, തകിട് വീട്ടിൽ കുഴിച്ചിടുന്നുണ്ട്, അടുപ്പിൽ കോഴിമുട്ട മന്ത്രിച്ചൂതി കുഴിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്കയിലും കരിക്കിലുമൊക്കെ കള്ളികളും വരകളുമൊക്കെ കുറിച്ചുകൊണ്ട് സിഹിറിൻ്റെ പണി ചെയ്യുന്നുണ്ട്. അമ്മാതിരിയുള്ള വേല ചെയ്യുന്ന ഒരു ഭർത്താവ് എന്നടങ്ങുന്ന ആ മനുഷ്യൻ്റെ വീട്ടിൽ തൗഹീദുള്ള ഒരു പെണ്ണ് പോയാൽ ആ പെണ്ണിനവിടെ സ്വൈരമായി ജീവിക്കാനൊക്കുമോ? മറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണ് ഇത്തരക്കാരിയാണ്. അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെപ്പോലും അവൾ നശിപ്പിക്കും, അവൾ കുഴപ്പത്തിലാക്കും. അസുഖമുണ്ടായാൽ അവൾ റബ്ബിനോടല്ല തേടുന്നത്, അവൾ റബ്ബല്ലാത്തവരോടാണ് വിളിച്ചു തേടുന്നത്. അതുപോലെ തന്നെ ഏലസും ഐക്കല്ലും മുറുക്കുമാണ് അവളുടെയും ചിന്ത. എത്രത്തോളം ഒരു വീട്ടിൽ അവൾക്ക് വലിയ പേടിയാണ്. കാരണം കന്നിമൂല നോക്കാതെയാ വീടെടുത്തിട്ടുള്ളത്. ബാത്റൂം ശരിയല്ലാന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേന്ന്. പെണ്ണും പുതിയാപ്പളയും എന്നും തർക്കമാണ്. കാരണം ഈ പെണ്ണ് കന്നിമൂലയിൽ വിശ്വസിക്കുന്ന പെണ്ണാണ്, വാസ്തുവിൽ വിശ്വസിക്കുന്ന പെണ്ണാണ്, സൂത്രധാരയിൽ വിശ്വസിക്കുന്ന പെണ്ണാണ്, ശൈത്താൻ്റെ പോക്ക് വരവുണ്ട് എന്ന് വിശ്വസിക്കുന്ന പെണ്ണാണ്, അടുപ്പ് അങ്ങോട്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന പെണ്ണാണ്. ബാത്റൂം ഇവിടെ ഉണ്ടായിക്കൂടാ, അവിടെ വാസ്തുദേവൻ കിടക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ സമാധാനമുണ്ടാകുമോ? ഇനി പെണ്ണങ്ങനെയൊക്കെ ഓക്കെയാണ്. പക്ഷേ ഭർത്താവ് അനങ്ങിയാൽ ഒരു തങ്ങൾ വന്നിട്ട് വടി കൊണ്ട് 2 തട്ട് തട്ടുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ടായ ടോയ്ലറ്റിലെ സംവിധാനങ്ങൾ തച്ച് തകർക്കുന്ന ഒരു ആളാണ് ഈ പുതിയാപ്പളയെങ്കിൽ ആ പെണ്ണിന് അയാളുടെ കൂടെ എത്ര കാലം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് തൗഹീദ് വെളിച്ചമാണ്, ശിർക്ക് ഇരുട്ടാണ്. രണ്ടും കൂടെ ഒരിടത്ത് യോജിച്ചു പോകൂല, ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹളം വരാതിരിക്കാൻ ആധികാരികമായി റഹ്മാനായ റബ്ബ് പറഞ്ഞത്, മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ നിനക്ക് നല്ലത് കാണാനൊന്നും അത്ര ചേലില്ലെങ്കിലും മുഅ്മിനത്തായ ഒരു അടിമപ്പെണ്ണാണോ, അതാണ് നിനക്ക് ചൊങ്കത്തിയായ ഈ മുശ്രിക്കത്തിനേക്കാളും നല്ലത്. തിരിച്ചും അല്ലാഹു പറഞ്ഞത് അതുകൊണ്ടാ പറയുന്നത് ആദർശ പൊരുത്തം നോക്കണം. ഇന്നത് നോക്കുന്നില്ല. ഇന്നിപ്പോൾ എന്താ നോക്കുന്നത്? കുറച്ചൊക്കെ കഞ്ചാവടിക്കോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ ഒന്ന് അടിക്കാതെ പാണാവോ എന്നാണ്. പിന്നെന്താണ്? കുടിക്കുക, അഡിക്റ്റൊന്നുമല്ല, ഇടക്കൊന്ന് കുടിക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആകെ പ്ലസ് എന്താ? നല്ല പണക്കാരനാ, നല്ല പൈസക്കാരനാ, നല്ല തറവാട്ടുകാരനാ. ഇതും നോക്കിയിട്ട് പ്രവാസികളെ ഈ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് ആൺമക്കളില്ലേ?
നിങ്ങൾക്ക് വളർന്നു വരുന്ന പെൺമക്കളില്ലേ, ദീനില്ലാത്ത ഒരുത്തന്നെ എൻ്റെ മോളെ ഞാൻ കൊടുക്കൂല, ദീനുള്ള ഒരു പെണ്ണിനെ അല്ലാതെ എൻ്റെ മോന് വധുവായി കൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കൂല എന്ന് നിങ്ങൾക്ക് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ഖത്തറിലെ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കുമോ? അതിനാണ് ഈ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അതല്ലാതെ വെറുതെ രണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വെറുതെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം മെനക്കെടുത്താനല്ലോ. ഫദക്കിർ, നീ ഉത്ബോധനം നടത്തൂ നബിയേ, ഫഇന്ന ദിക്റാ, തീർച്ചയായും ഉത്ബോധനങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ എല്ലാവർക്കും ഉപകരിച്ചില്ലെങ്കിലും തൻഫഉൽ മുഅ്മിനീൻ, ഹൃദയത്തിൽ ഈമാനുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് വല്ലാതെ ഉപകരിക്കും. ആ പ്രതീക്ഷയോടെ ഞാൻ പറയട്ടെ, ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. അപ്പം ആദർശ പൊരുത്തം, ആ ആശയപ്പൊരുത്തം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം സഹോദരന്മാരെ, ചിലരൊക്കെ ചോദിക്കും, അങ്ങനെ മതബോധമൊന്നുമില്ലാത്ത നിരീശ്വരവാദികൾ ഇവിടെ നല്ല മാപ്പിളയും പൊണ്ണുമായിട്ട് ജീവിക്കുന്നില്ലേ? എത്രയെത്ര നിസ്കാരം പോലും ഇല്ലാത്തവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ മതബോധമുണ്ടെങ്കിലേ സംതൃപ്ത ജീവിതം വരൂ എന്നൊക്കെ നിങ്ങളെന്തിനാ അവകാശപ്പെടുന്നത്? അതെനിക്ക് പറയാനുള്ള മറുപടി മറ്റൊന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് രണ്ട് നിലക്കുണ്ട്. ഇക്കാണുന്ന ദുന്യാവാണ് എല്ലാം എന്ന നിലക്ക് അടിച്ചു പൊളിച്ച് എങ്ങനെയും ജീവിച്ചോട്ടെ, അവളെങ്ങനെ വേണമെങ്കിൽ പുറത്തേക്ക് പോയിക്കോട്ടെ, അവൾ ലെഗിൻസ് ഇട്ട് പോയാലും, അവൾ ഇനി അവളുടെ മാറ് കാണിച്ചാലും, അവളുടെ ശരീരം കാണിച്ചാലും, അവൾ എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് ഞാനും പോയിക്കോട്ടെ എന്ന നിലക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുന്ന പല ദമ്പതികളും ഉണ്ടാകും. പക്ഷേ ഇസ്ലാം സംസാരിക്കുന്നത് ബോധമുള്ളവരോടാണ്, ഈമാനുള്ളവരോടാണ്. ഈ ലോകത്തെ അടിച്ചു പൊളിച്ച് ജീവിതത്തെക്കാളപ്പുറം സംതൃപ്തിയോടെ സ്വർഗത്തിലെത്തണമെന്ന് മോഹിക്കുന്ന രക്ഷിതാക്കളോട്, കുടുംബങ്ങളോട്, ആ നിലക്കുള്ള ആളുകളോടാണ് ഇസ്ലാമിന് സംസാരിക്കാനുള്ളത്. അതുകൊണ്ടെന്ത് വേണം? ഇബാദത്തുകളുടെ കാര്യത്തിൽ പോലും നമ്മെ സഹായിക്കുന്ന ഒരു ഇണയാണ് എനിക്കുണ്ടാവേണ്ടത്, നിങ്ങൾക്കുണ്ടാവേണ്ടത്. തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഇണയല്ല. അതുണ്ടാവണമെങ്കിൽ അടിസ്ഥാനം പഴക്കാതെ ആ നല്ല ആളെ തിരഞ്ഞെടുക്കണം. മതബോധമുള്ള പുതിയാപ്പിള, മതബോധമുള്ള പെണ്ണ്, അങ്ങനെ അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദം പറഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി. അതാരാ? ഏതാണ് ആ പുതിയാപ്പിളാന്നറിയോ? റഹിമല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, റജുലൻ, ഒരു പുതിയാപ്പിളയെ, ഒരു മനുഷ്യനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. എന്താ അയാളുടെ പ്രശ്നം? എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ ഖാമ മിനൽ ലൈൽ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അയാൾ സുബഹിക്ക് മുമ്പേ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അയാൾ ഫസല്ല, അയാൾ ഉണ്ടാക്കി നിസ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ കൂടെ വേദി പങ്കിട്ട്, തൻ്റെ കിടപ്പറ പങ്കിട്ട തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങുന്നു. എനിക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ, എൻ്റെ കിടപ്പറ പങ്കിടുന്ന പെണ്ണും എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? അതുകൊണ്ട് ആ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭാര്യയെ കുലുക്കി വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു, എഴുന്നേൽക്കൂ, ഇതാ ബാങ്ക് വിളിക്കാൻ ഇനി സമയം കുറച്ചേയുള്ളൂ, തഹജ്ജുദ് നിസ്കരിക്കൂ, നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചുണർത്തുന്ന ഒരു ഭർത്താവ്, അല്ലാഹു ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. മുത്ത മുസ്തഫായുടെ ദുആ, അഡ്വാൻസ്ഡായി മഹാനായ നബി തങ്ങൾ ദുആ ചെയ്തു പോയി. തീർന്നില്ല. അതേ നബി തങ്ങൾ വീണ്ടും പറയാണ്, റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പെണ്ണെന്താ ചെയ്യുന്നത്? ഖാമത്ത് മിനൽ ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് ഫസല്ലത്ത്, അവൾ നിസ്കരിക്കുന്നു. ഭർത്താവ് എഴുന്നേറ്റിട്ടില്ല, ക്ഷീണിതനായി ഉറങ്ങുകയാണ്. ആ സമയത്ത് ആ പാവം ഉറങ്ങിക്കോട്ടെ എന്നല്ല, അവിടെ പ്രത്യേകം ആ ഭാര്യ ചിന്തിക്കുന്നത് എന്താ? ഞാൻ പോകുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണം. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഭാര്യക്കും കിട്ടിയെങ്കിൽ, എൻ്റെ മകൾക്ക് കിട്ടിയെങ്കിൽ, എൻ്റെ മകന് കിട്ടിയെങ്കിൽ, എൻ്റെ ഭർത്താവിന് കിട്ടിയെങ്കിൽ എന്ന്. ദുന്യാവിൽ നല്ല ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ദുന്യാവിൽ പോലും നമ്മൾ മോഹിക്കുന്നവരല്ലേ ഉപ്പമാരെ, ഉമ്മമാരെ, ഭാര്യാഭർത്താക്കളെ? എങ്കിൽ ഇവിടെ ഈ പെണ്ണ് ചെയ്യുന്നതെന്താ? ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണം. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കുലുക്കി വിളിച്ചു ഉണർത്തുന്നു, എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നു. അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവും
അങ്ങനെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ? ഞാൻ എന്നോട് ചോദിക്കുക, ഓരോരുത്തരും ചോദിക്കുക, മുകളിലിരിക്കുന്ന സഹോദരിമാർ ചോദിക്കുക, എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ആ ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സ്വർഗം എൻ്റെ മണിയറയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും കിടന്നുറങ്ങാണ്. ഞാൻ എഴുന്നേറ്റു, ഉളുവെടുത്ത് നിസ്കരിച്ചു, എൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു, കുലുക്കി ഉണർത്തി, ഇതാ ബാങ്ക് കൊടുക്കട്ടോ, നിസ്കരിച്ചോ. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണ്, ഭാര്യ നിസ്കരിച്ചു, നേരത്തെ എഴുന്നേറ്റു, അവളെല്ലാം വൃത്തിയായി, അവൾ നമ്മളെ വിളിച്ചു, നിസ്കരിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതിലപ്പുറം ഇനി ഒരു സ്വർഗം എന്താ വേണ്ടത്? ഇതിലപ്പുറം ഒരു സംതൃപ്തി എന്താ വേണ്ടത്? അങ്ങനെ നേരത്തെ എഴുന്നേറ്റ ആ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന നശാത്ത്, അവൻ അന്നത്തെ ദിവസം എത്രമാത്രം ആക്റ്റീവാണ്, അവൻ്റെ മനസ്സിനെന്തൊരു സന്തോഷമാണ്. കാരണം അധിക ചെലവിന് നിർബന്ധിക്കാത്ത പെണ്ണാണത്. വരവനുസരിച്ച് ചെലവഴിക്കാൻ മാത്രമല്ലാതെ നമ്മുടെ വരവിനപ്പുറം ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനോട് അറിഞ്ഞ് യാത്രയേക്കുന്ന ഒരു പെണ്ണാണത്. കാരണം അവളുടെ റബ്ബിനോട് എപ്പോഴും പറയുന്നുണ്ട്, റബ്ബേ നീ എന്ത് തരുന്നുവോ അതിൽ ഞാൻ തൃപ്തിയുള്ളവളാണ്, നീ എന്തെനിക്ക് വിധിച്ചുവോ അതെനിക്ക് ഹൈറാണ് എന്ന തീരുമാനത്തോടെ ജീവിക്കുന്ന പെണ്ണാണത്, ആണാണത്. അത് കിട്ടണോ? അതിന് വലിയ പണക്കാരായി കാര്യമില്ല, വലിയ വലിയ സൗകര്യങ്ങളുള്ള വീട്ടിൽ മണിയറയിൽ കിടന്നിട്ട് കാര്യമില്ല. ശീതീകരിച്ച റൂമുകളാണ്, AC ഇട്ട റൂമുകളാണ്, നല്ല നല്ല പരവതാനികൾ വിരിച്ചിട്ടുള്ള ബെഡ്റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും വിയർക്കുകയാണ്, മനസ്സ് ഉരുകുകയാണ്. കാരണം എന്തേ? തനിക്ക് കിട്ടിയിട്ടുള്ള ഭാര്യ അത്തരക്കാരിയായി പോയി, തനിക്ക് കിട്ടിയിട്ടുള്ള ഭർത്താവ് അത്തരക്കാരനായി പോയി. ഇതില്ലാതിരിക്കാനായി പറയുന്നത് തുടക്കം നന്നാക്കണം. ഇനി സഹോദരന്മാരെ, ആ നിലക്ക് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ബറക്കത്തുള്ള ജീവിതമാവണ്ടേ? അതിനുവേണ്ടി നമ്മൾ ആലോചിക്കണം, ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വിവാഹം എന്ന് പറയുന്ന പരിപാവനമായ ചടങ്ങ് നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരോട് ചോദിക്ക്. എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാ നിക്കാഹ് നടക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാ നിക്കാഹ് നടക്കുന്നത്? പെണ്ണിനെ കാണാൻ പോകുന്നത് ഒരു പടയാണ്. ആരാണടോ നിന്നോട് പറഞ്ഞത് നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നാട്ടുകാരെ കാണിക്കാൻ? തീരുമാനമെടുക്കണം ഖത്തറിലെ ഫാമിലികൾ. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളിനി പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒപ്പം ആള് പൊയ്ക്കോട്ടെ, പക്ഷേ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെക്കനാരാണോ അയാൾ മാത്രമേ കാണാവൂ ആണായിട്ട്. അയാളുടെ കൂടെ പോകുന്ന ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കരുത്. അവരഭിപ്രായം പറഞ്ഞിട്ട് കെട്ടേണ്ടതല്ല. വിവാഹം കഴിക്കുന്ന ഇവനാണ് അവളെ ഇഷ്ടപ്പെടേണ്ടത്. അതിനെ അനുവാദം കൊടുക്കാവൂ. കൂട്ടുകാരൊന്നിച്ചൊരു ബഹളമായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഈ വീടതിന് പറ്റൂല മക്കളെ, നിങ്ങൾക്ക് തൽക്കാലം പോകാമെന്ന് പറയാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള അമ്മോശന്മാർ ഉപ്പമാരുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പൊ കുട്ടിയുടെ കല്യാണം നടക്കുമോ മൗലവി? വമയ്യതവക്കൽ അലല്ലാഹ്, അള്ളാനെ പേടിച്ചിട്ട് റബ്ബിനിഷ്ടമില്ലാത്ത നിയമങ്ങളില്ലെന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൾ മുടക്കാച്ചരക്കായി വീട്ടിലിരിക്കൂല. എന്തേ കാരണം? അള്ളാനെ ഭയന്നുകൊണ്ടാണോ നിങ്ങളൊരു തെറ്റില്ലെന്ന് പിന്മാറുന്നതെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് തീർച്ചയാണ്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാനെ സൂക്ഷിച്ചുകൊണ്ടൊരാൾ ജീവിച്ചതിൻ്റെ പേരിൽ ഒരാളും കഷ്ടപ്പെടൂല. എക്സിറ്റ് അവൻ അല്ലാഹു തുറന്നു കൊടുക്കും, തീർച്ചയാണ്. സൂറത്തു ത്വലാഖ് അള്ളാന്റെ ഖുർആനാ പറയുന്നത്. എങ്കിൽ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ പെണ്ണ് കാണാൻ വരുന്ന വരവുണ്ടല്ലോ, ഒരാളും സമ്മതിച്ചു കൊടുക്കരുത്. ഞാനിത് പറയുമ്പോൾ മൗലവി കുഴപ്പം നാട്ടിലുണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാണെന്ന് വിചാരിക്കണ്ട. അള്ളാന്റെ ഇഷ്ടമാണ് നോക്കേണ്ടതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓരോ വീട്ടിലും ഉണ്ടാവും ചില കാരണന്മാർ, ചമയുന്ന കാർന്നോന്മാര്, ചില അളിയന്മാര്, ചില ഇളയമ്മമാര്, എല്ലായിടത്തെയും അമ്മായിമാര്, എല്ലായിടത്തെയും അളിയാക്കന്മാര്, അത് നാട്ടിലെ വലിയ പ്രമാണിമാരാണ്. അവർക്കൊരു സിസ്റ്റം ഉണ്ടാകും ആ കുടുംബത്തിൽ. നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം മുസ്ലിമേ നിനക്ക് വേണം. കാരണം നീ കൈകെട്ടുമ്പോൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് തവണ നിന്റെ ജീവിതത്തിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലാഹു അക്ബർ,
അള്ളയാണ് എനിക്ക് വലുത്. എൻ്റെ ബാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, അളിയാക്കയല്ല, എളാപ്പയല്ല, മൂത്തമ്മയല്ല, മൂത്തുപ്പയല്ല, ആരുമല്ല. എനിക്ക് വലുത് അള്ളയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവേ, നിനക്ക് പൊരുത്തുള്ളതേ ഞാൻ ചെയ്യൂ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം ആർക്കാണോ, എൻ്റെ അനുഷ്ഠാനങ്ങൾ ആർക്കാണോ, എൻ്റെ ജീവിതം ആ ശക്തിക്ക് വേണ്ടി തന്നെയാണ്. ആ ശക്തിയുടെ പൊരുത്തത്തിലെ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയുള്ളൂ. ഇത് ആർജവത്തോടെ തീരുമാനമെടുക്കാൻ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കഴിയണം. ഉപ്പമാരെ നിങ്ങൾക്ക് കഴിയണം. വീട്ടിൽ തോന്നിയാസം നടക്കാനുള്ള ദിവസമല്ല കല്യാണത്തിൻ്റെ ദിവസം. കല്യാണം തീരുമാനമാകുമ്പോഴേക്ക്, പെണ്ണിനെ കണ്ടു ഉറപ്പിക്കുമ്പോഴേക്ക് മൊബൈൽ കൊടുത്തു, മൊബൈലിൻ്റെ കൂടെ ഒരു സിമ്മും കൊടുത്തു. ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല. അവൻ അവിടെ തീരുമാനമെടുത്ത് ഖത്തറിലേക്ക് പോന്നു, അല്ലെങ്കിൽ ദുബായിലേക്ക് പറന്നു, അല്ലെങ്കിൽ കുവൈത്തിലേക്ക് പോന്നു, ഫോണും കൊടുത്തു. അപ്പം എന്നാൽ തിരിച്ചു വരിക 6 മാസം 7 മാസം 8 മാസം എന്നിട്ടേ നിക്കാഹുള്ളൂ. പിന്നെന്താ പരിപാടി? ഇവൻ വാങ്ങിക്കൊടുത്ത മുന്തിയ ഫോണുണ്ട്, ഇവർ ചാറ്റിങ് തുടങ്ങി, വിളിക്കൽ തുടങ്ങി. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒരു പരിപാടി? ഉണ്ടോ? ഈ നാട്ടിൽ തന്നെയാണ്. അപ്പോഴേക്ക് കല്യാണം തീരുമാനിച്ചു. സേവ് ദി ഡേറ്റ്, ഡേറ്റ് അറിയിക്കുന്നു. അങ്ങനെ ഇവളും ബനും കൂടി കടലോരത്തേക്കോ പഴമ്പക്കത്തേക്കോ കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ആടി പാടി ഡാൻസ് കളിക്കുകയാണ്. ആര്? കല്യാണം തീരുമാനിച്ച ചെക്കനും പെണ്ണും കൂടെ. ക്യാമറാമാന് പറയും, നമ്മുടെ നാട്ടിൽ കുറേ ക്യാമറാമാന്മാരുണ്ട് ഇതൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ. കാരണം അവർക്കിതൊരു ബിസിനസ്സാണ്, അവർക്കിതൊരു ബിസിനസ്സാണ്. പക്ഷെ ആ ബിസിനസ്സിന് നീ കുന്നുന്നു കൊടുത്താൽ കുടുംബസമേതം നരകത്ത് പോകും. എന്നിട്ട് അവൻ പറയുന്നതിനനുസരിച്ച് കെട്ടാൻ പോണ മൊയന്ത് ആടുക, മറ്റേ പെണ്ണ് ആടുക. അങ്ങനെ ആടിപ്പാടി സ്ലോ മോഷനിൽ വരാൻ പറയുമ്പോൾ സ്ലോ മോഷനിൽ വരിക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക. എന്നിട്ട് ആൽബമായിട്ട് അവിടെ ഇൻസ്റ്റയിൽ അവിടെ പോസ്റ്റ് ചെയ്യും. എന്താ? ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചു, ഇതാ കണ്ടില്ലേ, ആ ഡേറ്റ് ഓർമ്മ വെച്ചോ, വിവാഹത്തിന് വരണം, സേവ് ദി ഡേറ്റ്. ഉറപ്പിച്ചു നരകം. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. തൻ്റെ ഇടമുള്ള ആണത്തമുള്ള കുടുംബനാഥന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇനി അത് സമ്മതിക്കരുത്, ഇനി അത് സമ്മതിക്കാൻ പാടില്ല. ഈ മുസ്ലിം ഉമ്മത്ത് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നാട്ടിലെ പോലീസുകാർക്ക് ഇരട്ടി ജോലിയാവുകയാണ്. ഒരു മാപ്പിളയുടെ വീട്ടിൽ കല്യാണമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവൻ്റെ ഒട്ടകപ്പുറത്തുള്ളൊരു വരവും, അവൻ്റെ ഒരു ചാടിക്കളിയും, അതുപോലെ തന്നെ അവൻ നടത്തുന്ന പേക്കൂത്തുകളും, അവൻ കാണിക്കുന്ന ബൈക്ക് റാലികളും, അവൻ്റെ റോഡ് ഷോകളും, അവൻ സമൂഹത്തിൽ കാണിക്കുന്ന പടക്കം പൊട്ടിക്കലുകളും, അവൻ കാണിക്കുന്ന വൃത്തികേടുകളും, പെണ്ണിനെ കൊണ്ട് ചക്കമുറിപ്പിക്കലും, ബലൂണിലേക്ക് പെണ്ണിനെ കൊണ്ട് കൊരങ്ങച്ചാട്ടം ചാടിപ്പിക്കുന്നതും, എന്തൊക്കെ വൃത്തികേടുകളും വേഷം കെട്ടലുകളും കോമാളിത്തരങ്ങളും കൊണ്ട് നമ്മുടെയൊക്കെ വിവാഹ ജീവിതത്തിൻ്റെ 1-ാം തീയതിയിലെ പരമപ്രധാനമായ വേദി അതിനൊക്കെ സാക്ഷിയാകുന്നുവെങ്കിൽ ആണാന്ന് പറഞ്ഞിട്ട് എന്തിനാ നമ്മളൊക്കെ അവിടെ കുടുംബനാഥനായിട്ട് ഇരിക്കുന്നത്? എന്നിട്ട് നമ്മളിങ്ങനെ പറയും, എന്താ ഇപ്പം ചെയ്യുക, ഇപ്പോഴത്തെ കുട്ടികളൊരു കാര്യം. ഈ മൊയന്താണ് ചെലവഴിക്കുന്നത് പണം, ഇവൻ്റെ കാശ് കൊണ്ടാണ്. ഇവൻ ലോൺ എടുത്തിരിക്കുകയാണ്, ഇവൻ ബാങ്കിൽ കടക്കാരനാണ്. എന്നിട്ടെന്താണ് വീട്ടിൽ നടക്കുന്നത്? വലിയ ക്യാമറ വെച്ചുകൊണ്ട്, വലിയ അലങ്കാര ലൈറ്റുകൾ വെച്ചുകൊണ്ട് പെണ്ണിൻ്റെ 1-ാമത്തെ ദിവസം അങ്ങനെ അവൾ ബെഡിൽ നിന്ന് അവളങ്ങനെ പൊങ്ങുന്നു, സൂര്യൻ കിഴക്കങ്ങനെ പൊങ്ങുന്നു. അവിടുക്കൊരു ക്യാമറ, ഇവിടുക്കൊരു ക്യാമറ, അങ്ങനെ അവളുടെ പിന്നാലൊരു ക്യാമറ. കുളിക്കാൻ പോണോടത്തും ഡ്രസ്സ് മാറുന്നിടത്തും പിന്നെ ചെരിപ്പണിയുന്നോടത്തും മൈലാഞ്ചി കല്യാണം, മെഹന്തി, മഞ്ഞക്കല്യാണം, ഹൽദി. ഇനി എന്താ ബാക്കി? കല്യാണത്തിൻ്റെ അന്ന് പെണ്ണാണെങ്കിൽ 4 കാലുള്ളൊരു പല്ലക്കിൽ പെണ്ണിനെങ്ങനെ ആനയിച്ച് അത് പിടിക്കുന്ന പെണ്ണുങ്ങൾ വരെ ഡാൻസ് ആടുകയാണ്. ഇതേപോലത്തെ വേദികളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സദസ്സ്. പുതിയാപ്പിള അവിടെ അങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ പെണ്ണ് വരികയാണ്. എങ്ങനെ? ഇങ്ങനെ വരികയാണ്, അവളെ പല്ലക്കിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ മന്ദം മന്ദം അവളങ്ങനെ കയറി വരും. ഇവൻ ആദ്യമായിട്ട് ഇവളെ കാണുന്നത് പോലെ മുഖത്ത് നിന്ന് തട്ടങ്ങനെ ഉയർത്തും. അപ്പോഴേക്ക് ക്യാമറാമാൻ ക്ലിക്ക്. അപ്പോൾ വീണ്ടും അവനോട് പറയും, ഒന്ന് കെട്ടിപ്പിടിക്കൂ. കെട്ടിപ്പിടിച്ചു.
ഒന്ന് ഉമ്മ വെക്കൂ. ഉമ്മ വെച്ചു. വൃത്തികെട്ടവൾ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ ഇതേപോലെയുള്ള വേദികളിൽ വെച്ച്, അവൻ്റെ ബെഡ്റൂമിൽ വെച്ച് അവൻ സ്വകാര്യമായി കൊണ്ട് ചെയ്യേണ്ടുന്ന ചേഷ്ടകളെ ഈ തെമ്മാടികളുടെ മുമ്പിൽ വെച്ച്, ഈ തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇരുന്നു കൊടുക്കാൻ ഒരു ഉപ്പ, ഒരു ഉമ്മ, ഒരു പെങ്ങളെ, ഒരു അളിയ, ഒരു ആങ്ങളെ, ഒരു പെങ്ങളെ നിങ്ങൾക്ക് പറ്റുമോ? അതിനാ ഫാമിലി കോൺഫറൻസിൽ തുറന്നു പറയാൻ ഇസ്ലാഹി പ്രസ്ഥാനം തീരുമാനിച്ചത്. ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാ പെങ്ങളി വയ്ക്കുക. നിങ്ങളിതിങ്ങനെ പറയുന്നിടത്തോളം ഇതൊക്കെ കൂടല്ലേ, കൂടിക്കോട്ടെ, നമുക്കെന്താ? അള്ളാഹ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പരലോകത്തെത്തുമ്പോൾ അള്ളാഹിനോട് പറയും, അള്ളാഹ് ഞങ്ങൾക്ക് പറ്റണമായിരൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആളുകളുടെ മനസ്സ് മാറ്റാൻ ഇവിടെ ആർക്കാ പറ്റുക? പക്ഷെ പറയേണ്ടത് നമ്മൾ പറയാണ്. അതുകൊണ്ട് ഈ ഹൽദിയും ഈ മെഹന്തിയും ഈ കല്യാണത്തിൻ്റെ അന്നത്തെ കൂത്താട്ടവും ഒന്നിച്ച് ആണും പെണ്ണും ഒക്കെ അങ്ങനെ ചേർന്ന് നിന്നിട്ടാ ഫോട്ടോ കണ്ടാത്തോണു വെള്ള ആങ്ങളെ, ഓള ആങ്ങളുടെ അപ്പാപ്പാ ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ആണും പെണ്ണും ഒന്നിച്ച് മോരും മുതൽ ഈ സ്റ്റേജിൽ ഇങ്ങനെ കൂടി പാടിയിട്ട് എന്തൊക്കെയോ പാട്ടുകൾ, അങ്ങനെ റീൽസുകൾ ഉണ്ടാക്കുന്നു. ഓരോ മിനിറ്റുള്ള റീൽസുകൾ ഇങ്ങനെ ടിക്ടോക്കുകളായിട്ട് ഇങ്ങനെ പുറത്തു വരികയാണ്. അവൾ അവിടെ തുള്ളി ഇവിടെ തുള്ളി ഇങ്ങോട്ട് ചാടി, ഡ്രസ്സ് മനഃപൂർവ്വമല്ലാതെ എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് മാറത്തുനിന്ന് മാറ്റി, വയറുന്ന് മാറ്റി, പല കോലത്തിലുള്ള കോമാളികൾ കാണിക്കുന്ന മുസ്ലിം എന്ന ഉമ്മത്തിൻ്റെ പേരിലുള്ള ഈ തോന്നിവാസങ്ങൾ ഇതിനി പൊറുപ്പിക്കൂല. രാജ്യത്ത് മഹല്ല് കമ്മിറ്റികൾ പലരും തീരുമാനമെടുത്തു തുടങ്ങി. പക്ഷെ തീരുമാനം നടപ്പിലാക്കാൻ പല കമ്മിറ്റികൾക്കും ധൈര്യം പോരാ. കാരണം ഈ മുതലാളിമാരാണ് ആ പള്ളി നടത്തുന്നത്. ഓൻ്റെ മകളെ കല്യാണത്തിനെ എതിർക്കാൻ അവിടുത്തെ മൗലവി തയ്യാറായാൽ ആ മുതലാളി പിന്നെ ആ മഹല്ലിൽ സഹകരിക്കൂല. വേണ്ടടോ, സഹകരിക്കണ്ട. പക്ഷേ അതിനെല്ലാവരും കൂടി ഒരു തീരുമാനം ഒന്നിച്ചെടുക്കണം. അവിടെ എന്ത് ചെയ്യരുത്, ഇടം തടിഞ്ഞ് നിൽക്കരുത്. ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചാൽ പറ്റുമോ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ച കാല ഇതൊക്കെ ന്യൂജൻ കാലമല്ലേ, കുറച്ചൊക്കെ അങ്ങനെ നടക്കട്ടെ. ഇങ്ങനെ പറയാനാണോ? ഇങ്ങനെ പറയരുതെന്നല്ലേ മുത്തു മുസ്തഫ പറഞ്ഞത്? നിങ്ങൾ ഒപ്പം കൂടികളാവരുത്. അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടിക്കൊടുക്കുന്നവൻ ഒപ്പം കൂടിയാണ്. അങ്ങനെയല്ല വിശ്വാസിയാവേണ്ടത്. നന്മകളുടെ കൂടെ സഹകരിക്കുക, തിന്മകളിൽ നിന്ന് നിസ്സഹകരിക്കുക. പിന്നെ ശരീരത്തിൻ്റെ എല്ലാ മുഴപ്പും കൊഴുപ്പും ഒക്കെ ആണുങ്ങളെ മുമ്പിൽ കാണിക്കുക. എന്നിട്ട് സ്പെഷ്യൽ കുറേ പാട്ടുകളുണ്ട്, അതങ്ങനെ പാടുക, എല്ലാവരും കൈവെക്കുക, ഒന്നിച്ച് ആണും പെണ്ണും ഡിസ്കോ ഡാൻസ് ആടുക, അവിടെ DJ പാർട്ടി നടത്തുക, കാതടപ്പൻ സംഗീതവും പാട്ടും കൊണ്ട് തകർക്കുകയാണ്. മനുഷ്യന്മാർ കുടുംബങ്ങളൊക്കെ കൂടി ഒന്നിച്ചു കൂടുന്ന ഒരവസരമാണ് കല്യാണത്തിൻ്റെ അവസരം. അവിടെ കൊല്ലങ്ങളോളമായിട്ട് കാണാത്തവർ പരസ്പരം ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ ഒരു വിശേഷം ചോദിക്കാൻ വരെ ചെവിയിൽ കേൾക്കണ്ടേ? 1 കിലോമീറ്റർ അപ്പുറത്ത് പാടത്തോ പറമ്പിലോ ഒക്കെ പോയിട്ട് വേണ്ടി വരും ഒന്ന് വർത്താനം പറയണമെങ്കിൽ. കാരണം ഇവിടെ പറഞ്ഞൂടാ, ഇവിടെ തട്ടുതളപ്പൻ സംഗീതമാണ്. പേരിനൊരു മൗലവി ഒരു ഹുത്തുമ നടത്തിയിട്ടുണ്ടാവും. മൗലവി ഹുത്തുമ നടത്തി മൗലവി പോയി, അല്ലെങ്കിൽ ഒരു തങ്ങൾ അൽഫാത്തിയെ വിളിച്ചിട്ടുണ്ടാവും, അയാൾ പോയി. പിന്നെ ഇവിടെ പരിപാടിയാണ്. തീരുമാനമെടുക്കണം, ആർജവം കാണിക്കണം. കേരളത്തിൻ്റെ ഓരോ മഹല്ലുകളിൽ വന്നിട്ടുള്ള മെമ്പർമാരാണ് ഈ ഖത്തറിലെ ഫാമിലി കോൺഫറൻസിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മഹല്ലുകളിൽ ആർജവത്തോടെ തീരുമാനമെടുക്കണം. ഇത്തരം തോന്നിവാസങ്ങൾ ഉണ്ടാവില്ലെന്ന് എഴുതി ഒപ്പിട്ടെടുത്ത് മാത്രമേ ഞങ്ങളുടെ ഖത്തീബും ഞങ്ങളുടെ മഹല്ലും ആ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ അവിടെ പങ്കെടുക്കുകയോ ചെയ്യുകയുള്ളൂ എന്ന് എല്ലാവരും തീരുമാനിക്കണം. അതിനൊരു സംഘടനയും മാറിക്കരുത്. കാരണം എല്ലാ സംഘടനക്കാരും ഈ കുളിമുറിയിൽ നഗ്നരാണ്, ആരും മോശക്കാരല്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും കല്യാണ ദിവസം നടക്കാൻ പാടില്ല. ആ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് സംതൃപ്തമായൊരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. പിന്നെ സ്ത്രീധനം പറയാനുണ്ടോ? എത്ര മരണങ്ങളാണ് നടന്നത്. ഒരു മരണവും നടക്കുമ്പോൾ അതിനെപ്പറ്റി 2 ദിവസം ചാനലുകാർക്ക് അന്തിച്ചർച്ച, നമുക്ക് റൂമിൽ ചർച്ച. 3-ാമത്തെ ദിവസം മറന്നു, ചാനലുകാരും മറന്നു, നമ്മളും മറന്നു. പിന്നെ അടുത്ത സ്ത്രീധന മരണമായി. എത്ര ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തു, എത്ര പെണ്ണുങ്ങൾ കെട്ടിത്തൂങ്ങി, എത്ര വീടുകളിലാണ് ഗ്യാസ് സ്റ്റൗകൾ പൊട്ടിത്തെറിച്ചത്, എത്ര ആളുകളാണ് പീഡനത്തിന് ഇരയായത്. എന്താ പ്രശ്നം? സ്ത്രീധനം കിട്ടിയിട്ടില്ല. ഇത് പറയും ഞാൻ ചോദിച്ചതല്ല, അത് കാർന്നോര് ചോദിച്ചതാണ്. അങ്ങനെയുള്ള കുറേ കള്ളന്മാരുണ്ട്. കല്യാണത്തിൻ്റെ സമയത്ത് അവൻ സൂചന കൊടുക്കും, എൻ്റെ കാക്കാക്ക് എത്ര കിട്ടിയിട്ടുണ്ട്. അതിനെന്താ എനക്ക്?
അതെന്തിനാ ഇവൻ പറയണത്? ഒട്ടും കുറയരുത്. അങ്ങനെയൊക്കെ സൂചനകളിലൂടെ സ്ത്രീധനം വാങ്ങുന്ന ആ വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വിധത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരെ ചിന്തിക്കുക. തിരുത്തി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം തോന്നിയാസങ്ങൾ. എന്നിട്ട് ഈ വയസ്സായ നമ്മൾ കുടുംബനാഥനെ നമ്മളിങ്ങനെ പറയണ എന്താപ്പ ചെയ്യുക, അതൊക്കെ ഇപ്പം അവരെ ഇഷ്ടല്ലേ, ഇങ്ങനെ മാറി നിന്ന് കൊടുക്കുക. ഇപ്പം അങ്ങനെ ഒരു മൊയന്തായിട്ട് ഇങ്ങനെ മാറി നിൽക്കുക. മക്കൾ ചെയ്യണത് കണ്ടിട്ട് ഞാൻ അതിലേക്കൊന്നുമില്ലേ, എനിക്ക് അതിനോടൊന്നും താല്പര്യമല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ എന്താപ്പം ചെയ്യുക, ഓല കൂട്ടുകാരികളൊക്കെ ചെയ്യുന്നതാണ് എന്ന് പറയാം. ഇത് നമുക്ക് പറ്റില്ല. നിർത്തണം ഈ സംസ്കാരം. ഞാനിനി ആ ഭാഗം കൂടുതൽ പറയുന്നില്ല. ശരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട വേണം. അതോടൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അവിടെ വേണ്ടതെന്താണ്? സമാധാനമാണ്. സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ഭാര്യ ഭർത്താവ് രണ്ടാളും ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ഞാൻ എന്തൊക്കെ ഭർത്താവിന് ചെയ്തു കൊടുക്കണം, എനിക്കെന്തൊക്കെ ഭർത്താവിൽ നിന്ന് കിട്ടണം, രണ്ടും ഭാര്യ അറിയണം. ഞാൻ എന്തൊക്കെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണം, എനിക്കെന്തൊക്കെ ഭാര്യയിൽ നിന്ന് കിട്ടണം, ഭർത്താവും അറിയണം. ഇത് രണ്ടും അറിയണം. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണ്? എവിടെയും അശാന്തി പടരാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാവരും അവരവർക്ക് കിട്ടാനുള്ളതിനെക്കുറിച്ച് മാത്രമാണ് പറയുക. കൊടുക്കാനുള്ള കടമയെക്കുറിച്ച് പറയൂല. അതവസാനിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ആ സ്ത്രീകൾക്ക് നിങ്ങളിൽ നിന്ന് ചില അവകാശങ്ങൾ കിട്ടാനുണ്ട്. അവർക്ക് നിങ്ങളോട് ചെയ്യേണ്ടുന്ന ചില അവകാശങ്ങൾ അവർക്കുമുള്ളതുപോലെ നിങ്ങൾക്കുണ്ട് അവകാശം, അവർക്കുമുണ്ട് അവകാശം. നിങ്ങൾക്കുണ്ട് കടമകൾ, അവർക്കുമുണ്ട് കടമകൾ. രണ്ടും നിങ്ങൾ ഒരുപോലെ തന്നെ കൊണ്ടുപോകണം. അവിടെ സമാധാനം ഉണ്ടാവും, അവിടെ ശാന്തി ഉണ്ടാകും. ആ വിധത്തിലുള്ള ഒരു സമാധാനാന്തരീക്ഷം വീടുകളിൽ നിലനിൽക്കണം. ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ. കുടുംബത്തിൽ സഹായികളാവണം, വീട്ടിൽ സഹായികളാവണം. ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ തന്നെ കൊണ്ട് കഴിയുന്ന വീട്ടുവേലയിൽ പോലും വീട്ടിൽ ഭാര്യമാർക്ക് സഹായിയായിട്ടുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്പരം വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. വീടുകളിൽ നിന്ന് അശാന്തി പടരാനുള്ള കാരണം ഭാര്യാഭർത്താക്കൾക്ക് പരസ്പരം വിശ്വാസമില്ല. ഭർത്താവിൻ്റെ ഫോണ് ലോക്കാണ്. എന്തേ കാരണം? ഭാര്യ നോക്കും. ഭാര്യയുടെ ഫോണ് ലോക്കാണ്. ഭർത്താവ് നോക്കിയെങ്കിലോ ഇത് പറ്റൂല. നമ്മുടെ ഫോൺ എപ്പോഴും നമ്മുടെ ഭാര്യയ്ക്ക് തുറക്കാൻ, ഓപ്പണാക്കാൻ കഴിയണം. ഭാര്യയുടെ ഫോൺ എപ്പോഴും നമുക്കും ഓപ്പണാക്കാൻ പറ്റണം. അതിന് ലോക്കിടണ്ട. കാരണം ലോക്കിടുന്നത് വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. വിശ്വാസമില്ലായ്മയുടെ പേരിൽ ഒരു ഫോണിലും ലോക്ക് വീഴാൻ പാടില്ല. അത് നമ്മുടെ മനസ്സുകളെ തമ്മിൽ ലോക്കാക്കും. അവിടെ സമാധാനമാണ് പോവും. വീടുകളിലെത്തിയാൽ തൻ്റെ ഭാര്യമാരോട്, മക്കളോടിരുന്നു കൊണ്ട് കുശലാന്വേഷണം നടത്താനും അവരുമായി അല്പസ്വല്പമൊക്കെ കളിതമാശകളിലും വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുമൊക്കെ ഭർത്താവിനും സമയം കണ്ടെത്തണം. ഭാര്യ പറയുന്നത് കേൾക്കാൻ ആശ്വാസമുള്ള സമയം കൊടുക്കണം. ഇതിന്നിപ്പോൾ വീട്ടുകാരോട് മിണ്ടാൻ ആർക്കും നേരമില്ല. തിരക്ക് പിടിച്ച ജീവിതമാണ്. എല്ലാവരുടെയും കയ്യിൽ മൊബൈലുമുണ്ട്. വീട്ടിലെത്തിയാലും അയാൾ മൊബൈലിൽ തന്നെയാണ്. ദൂരെയുള്ളവരോട് കൈഫഹാലിക്ക് ചോദിക്കുന്നു, വിശേഷം ചോദിക്കുന്നു. വീട്ടിലുള്ള ഉമ്മാനോട് ചോദിക്കുന്നില്ല, ഉപ്പയോട് ചോദിക്കുന്നില്ല, ഭാര്യയോട് ചോദിക്കുന്നില്ല, ഭർത്താവിനോട് മിണ്ടാൻ നേരമില്ല. അങ്ങകലെ എവിടെയോ കിടക്കുന്ന ആരോടോ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. പക്ഷേ വീട്ടിലുള്ളവരുമായിട്ടൊരൽപ്പം ഒരുമിച്ചിരിക്കാൻ ഇന്ന് നേരമില്ല. അവിടെ ശാന്തി ഉണ്ടാവില്ല. അവിടെ അശാന്തിയാണ് പടരുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വീട്ടിൽ സമാധാനത്തോടുകൂടെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കുവാനുള്ള ഒരു വേദി നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഇന്ന് ബാപ്പയുണ്ടാവും, ഉമ്മയുണ്ടാകും, വയോവൃദ്ധര്. ഭർത്താവിന് നോക്കാൻ നേരല്ല, മരുമകൾക്കും നോക്കാൻ നേരല്ല. എന്നിട്ട് അവർക്കിങ്ങനെ തോന്നുകയാണ്, ഞങ്ങളിപ്പോൾ എൻ്റെ മകൾക്കും മരുമകൾക്കൊക്കെ ഒരു ഭാരമാണല്ലോ.
പ്രായമായ ബാപ്പയാണ്, പ്രായമായ ഉമ്മയാണ്. അവരതാ വീട്ടിലൊരു ഭാരമായി പോയല്ലോ എന്ന അവസ്ഥയിലേക്ക് പ്രവാസികളെ നമ്മുടെ വീടകം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പൊന്നുപ്പയാണ്, പൊന്നുമ്മയാണ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉപ്പയാണ്, ഉമ്മയാണ്, നമ്മുടെ ഉപ്പയുടെ സ്ഥാനത്താണ്, ഉമ്മയുടെ സ്ഥാനത്താണ്. ആരായാലും നമ്മൾക്ക് അവരോട് കടമയില്ലേ? അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. പലപ്പോഴും മക്കളതാ പ്രായമായി കഴിഞ്ഞു, ഉപ്പാക്കും ഉമ്മാക്കും പ്രായമായി, മക്കളതിനനുസരിച്ച് വലുതായി, അവർക്ക് ജോലിയായി, അവർ കല്യാണം കഴിച്ചു, അവർക്ക് ഭാര്യയായി, അവർക്ക് മക്കളായി. പിന്നെ ഈ ബാപ്പ ഭാരമാണ്, ഈ ഉമ്മ ഭാരമാണ്. ഇങ്ങനെ കുറേ മക്കളുണ്ടാകും. അപ്പോൾ ഉമ്മ 10 ദിവസം ഇവിടെ നിൽക്കട്ടെ, 10 ദിവസം കഴിഞ്ഞാൽ നീ കൊണ്ടുപോയി നോക്കണം. പാവം ഉമ്മ ഇത് കേൾക്കുകയാണ്. അപ്പോൾ ആ മകൻ പറയുന്നു, 10 ദിവസമല്ല, ഒരു 15 നോക്ക്, ബാക്കി 5 ദിവസം വേണമെങ്കിൽ ഞാൻ നോക്കാം. ഇങ്ങനെ മക്കളതാ ബാപ്പാനെയും ഉമ്മാനെയും നോക്കേണ്ട കാര്യത്തിൽ തർക്കവും തട്ടിക്കളിയും നടത്തുമ്പോൾ അതിനിടയിൽ നമ്മുടെ പൊന്നുപ്പ വിഷമിക്കുകയാണ്, പൊന്നുമ്മയുടെ മനസ്സ് തകരുന്നു. എൻ്റെ മക്കളതാ ഞങ്ങളിപ്പോൾ അവർക്കൊരു ഭാരമായിട്ട്, ആരാര് നോക്കണം എന്ന കാര്യത്തിൽ അവർക്കിപ്പോൾ തർക്കമാണ്. ഞങ്ങളെ നോക്കാൻ അവർക്കിപ്പോൾ നേരമില്ല. നോക്കിയിട്ട് അവരൊക്കെ കുഴഞ്ഞു പോയിരിക്കുന്നു. റബ്ബേ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ജീവിതം എന്ന് മനസ്സ് പൊട്ടിയിട്ട് ഒരു ഉമ്മയോ ഉപ്പയോ ദുആ ചെയ്തെങ്കിൽ, മക്കളെ, മരുമക്കളെ, ആ കണ്ണുനീരിൻ്റെ ദുരന്തം ദുന്യാവിലെങ്കിലും അനുഭവിക്കാതെ നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമോ? ഗൗരവത്തോടെ ആലോചിക്കണം. ഉമ്മാനെ കരയിക്കണ്ട, ഉപ്പയെ കരയിക്കണ്ട. അവർക്കൊരു വേലക്കാരുടെ റോള് കൊടുക്കരുത്. മക്കൾ വലുതായി, അവർക്ക് കുട്ടികളായി, അപ്പം എൻ്റെ പേരക്കുട്ടികളെ നോക്കാനാണ് ഉമ്മയുടെ റോള്. ഉപ്പ അതിന് സഹായിയായിട്ട് നിൽക്കേണ്ട ഒരാളാണെന്ന് മക്കളെ, മരുമക്കളെ നമ്മൾ ചിന്തിക്കരുത്. പ്രായമാകും തോറും റെസ്പെക്റ്റ് നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും കൂടുതൽ കൊടുക്കണം. അവരെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കല്ലേ, അവരെ കൊണ്ട് സർവൻ്റ് വേല ചെയ്യിക്കല്ലേ, അവരെ നമ്മുടെ ഹാദിമാക്കി മാറ്റല്ലേ. നമ്മൾ അവരുടെ കാൽക്കൽ ഹിദ്മത്ത് ചെയ്ത് കഴിഞ്ഞുകൂടേണ്ട മക്കളാണെങ്കിൽ അവരെ ഇങ്ങോട്ട് നമുക്ക് വേലക്ക് കൊണ്ടുവരുന്നത്, അവരെ ഇങ്ങോട്ട് നമുക്ക് സേവനത്തിന് കൊണ്ടുവരുന്നത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അതിനെന്ത് വിലയാണുണ്ടാവുക? നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പലപ്പോഴും അതാ പ്രവാസികളായ മക്കളവർ കല്യാണം കഴിച്ചിട്ട് അവരുടെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കുറേ കാലം കഴിയുമ്പോൾ ഈ ഉമ്മാനെ ഒന്ന് കൊണ്ടുവരണം എന്ന് മകൾക്കും പൂതി, മരുമകനുക്കും പൂതി. എന്താ പ്രശ്നം? ഉമ്മ ഇവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന നിലക്ക് കൊണ്ടുവരുന്നവരുണ്ട്, നല്ലത്. പക്ഷേ ഇപ്പം മകൾ ഗർഭിണിയാണ്, അപ്പം പ്രസവമെടുക്കാൻ വേണ്ടി വീട്ടിലൊരാളെ നിർത്തണം, അതിന് വലിയ ചെലവുള്ള കാലമാണ്. എന്നാൽ പിന്നെ ഉമ്മാനൊന്ന് കൊണ്ടുവരാ. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ, നിങ്ങൾ ഖത്തറൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കുവൈത്ത് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ദുബായ് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഒമാന് കണ്ടിട്ടില്ലല്ലോ, ഉമ്മാനെ ഒന്ന് കൊണ്ടുവരണം എന്ന് ഒരുപാട് കാലമായി ഞങ്ങൾക്കൊരു മോഹം. ഉമ്മ ഒന്നിങ്ങോട്ട് കയറി വരാമോ? പ്രശ്നം എന്താ ഞാൻ പറയണോ? പെണ്ണിൻ്റെ പ്രസവം നടത്തുന്നതോടനുബന്ധിച്ച് അവിടെ ചില പ്രയാസങ്ങളും തിരക്കുകളും ചില പണികളും ഒക്കെ കൂടുതലുണ്ട്. എന്നാ പിന്നെ ഉമ്മാനെ ഒന്ന് കൊണ്ടുവന്നാലോ? എന്തിനാടോ കൊണ്ടുവരുന്നത്? നീയത്തനുസരിച്ച് റബ്ബ് നിന്നോട് ഇടപെടുന്ന ഞാൻ പറയുന്നത്. കൊണ്ടുവരുന്നത് ആ സ്ത്രീയുടെ, എൻ്റെ ഭാര്യയുടെ ഉമ്മ വന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമാധാനമുണ്ടാകുമെന്ന ലക്ഷ്യത്തിനാണോ? ഞാൻ എതിർക്കുന്നില്ല, തകരാറൊന്നുമില്ല. പക്ഷേ നീയത്തറിയുന്ന റബ്ബ് വേറെയാണ്. നീയത്തറിയുന്ന റബ്ബ് അവൻ നോക്കുകയാണ് കൊണ്ടുവരുന്നത് അതിന് തന്നെയാണോ, അതോ അതിൻ്റെ ചെലവ് ചുരുക്കാൻ വേണ്ടി ഒരു സർവൻറ്റിൻ്റെ ആ പോസ്റ്റിലേക്ക് ഉമ്മാനെ നീ പതുക്കെ വിസിറ്റിൽ ഇങ്ങോട്ട് കയറ്റുകയാണോ? ആലോചിക്കണം, 100 വട്ടം ആലോചിക്കണം. ഉമ്മാനെ കൊണ്ടുവരരുത്, ഭാര്യ ഗർഭിണിയാകുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു എന്ന് നാളാരും പറയരുത്. നീയത്ത് പരിഗണിക്കണേ. റഹ്മാനായ റബ്ബിന് നമ്മുടെ ഉദ്ദേശമറിയാം. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ വേലക്കാരല്ല, നമുക്ക് ഹിദ്മത്ത് ചെയ്തു തരേണ്ടവരല്ല. നമ്മൾ അങ്ങോട്ട് ഹിദ്മത്ത് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ പൊന്നുപ്പാക്ക് ഹിദ്മത്ത് ചെയ്ത് എൻ്റെ പൊന്നുമ്മാക്ക് ഹിദ്മത്ത് ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിലെത്തണേ, ആ മോഹം കൊണ്ടാണോ കൊണ്ടുവരുന്നതെങ്കിൽ 1000 വട്ടം സ്വാഗതം. അതല്ല ചുളുവിൽ കാര്യം നേടാനാണോ?
ദുനിയാവിൽ വെച്ച് പോലും അനുഭവിക്കാതെ യാത്ര പറയാൻ ആഖിറത്തിലേക്ക് പോകാനൊക്കൂല. വളരെ ഗൗരവത്തോട് പ്രവാസികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പം അങ്ങനത്തെ ഒരവസ്ഥ വരരുത്. അവരെ സന്തോഷിപ്പിക്കണം, അവരെ ബഹുമാനിക്കണം. ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കലോ ഭർത്താവിൻ്റെ ബാപ്പയെ നോക്കലോ എൻ്റെ കടമയല്ലെന്ന് പെൺമക്കളെ നിങ്ങൾ പറയരുത്. കാരണം ആ ഭർത്താവിൻ്റെ ഉപ്പയാണത്, ഉമ്മയാണത്. നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഭർത്താവിനും ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനമാ. അതുകൊണ്ട് നിങ്ങൾ അവരെ അന്യരായി കാണല്ലേ. സ്നേഹം കൊണ്ടും കൊടുത്തും അതുപോലെ തന്നെ ബഹുമാനവും റെസ്പെക്റ്റും കൊടുത്തും ആദരിച്ചും തന്നെ കഴിയണം. അവിടെ നമ്മൾ വരച്ച വരയിൽ ഇങ്ങനെ കോടതി ഭാഷയിൽ സംസാരിക്കരുത്. എൻ്റെ ഭർത്താവിനെ നോക്കലുള്ള കടമ മാത്രമേ നിക്കാഹ് ബന്ധം കൊണ്ട് എനിക്കുള്ളൂ. ഭർത്താവിൻ്റെ ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്യൽ എൻ്റെ ബാധ്യതയിൽ പെട്ടതല്ല. അത് പണ്ഡിതന്മാരെ ഫത്വണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ഫത്വയൊക്കെ പൊക്കിക്കാണിക്കുന്ന പെൺമക്കളോട് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്, ഇത് നിങ്ങൾ കോടതി ഭാഷയിൽ സംസാരിക്കേണ്ട മേഖലയല്ല. അവിടെ നിങ്ങൾ മനുഷ്യത്വം കാണിക്കണം. അയൽ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു പാവം പെങ്ങളാണ് അവിടെ രോഗിയായി കിടക്കുന്നതെങ്കിലും മരുമകളായിട്ട് അയൽക്കാരിയായി നിങ്ങളുണ്ടെങ്കിൽ പെങ്ങളെ നിങ്ങൾ പോയിട്ട് ശുശ്രൂഷ ചെയ്യണ്ടേ? അതും മനുഷ്യത്വമല്ലേ? എങ്കിൽ അതിനേക്കാളപ്പുറമല്ലേ നിങ്ങളുടെ ഭർത്താവിനെ 10 മാസം നൊന്തുപറ്റ് കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടെ വളർത്തി ഉണ്ടാക്കിയ നിങ്ങളുടെ ആ പൊന്നുമോനെ നിങ്ങളവളെ ഭർത്താവായി, നിങ്ങളുടെ ഭർത്താവായി അവൾ വന്നു എന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ആ ഉമ്മയെയും ഈ മോനെയും തമ്മിൽ തെറ്റിക്കുന്ന പണിയെടുക്കുന്ന പിശാചുക്കളായി ഒരിക്കലും മാറരുത് ഉമ്മമാരെ, പെൺമക്കളെ. അവരെ നിങ്ങൾ തെറ്റിക്കരുത്. ആ ഉമ്മാക്ക് വലുത് തന്നെയാണ് ആ മോൻ. എനിക്കെൻ്റെ മോള് വലുതുള്ളതുപോലെ, എനിക്കെൻ്റെ മകൻ വലുതാണെന്നതുപോലെ ആ ഉമ്മാക്കും ആ ഉപ്പാക്കുമുള്ള പൊന്നാര മക്കൾ തന്നെയാണ് അവിടുന്ന് വരുന്ന ആണും പെണ്ണും എന്ന് എല്ലാവരും ചിന്തിക്കണം. അവിടെ നമ്മൾ രണ്ടായി കാണരുത്. ഒരു മകൻ്റെ മകളോട്, ഒരു മകൻ്റെ ഭാര്യയോട് കുറച്ച് സ്നേഹം, ആ മകൻ്റെ പേരക്കുട്ടികളോട് കുറച്ച് സ്നേഹം, അങ്ങനെ കാണിക്കുന്ന ഉമ്മാരുണ്ട്, ബാപ്പമാരുണ്ട്. സ്വയം നിങ്ങൾ നാശത്തിൻ്റെ കുഴി തോണ്ടുകയാണ്. നമ്മുടെ മക്കളൊക്കെ നമുക്ക് സമമാകണം. എല്ലാ മക്കളെയും ഒരുപോലെ കാണണം. എല്ലാ പേരക്കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കണം. ചില മക്കളോടെ വീട്ടിൽ പോയി നിൽക്കും, ചില മക്കളുടെ വീട്ടിൽ പോയി നിൽക്കൂല. എന്താ കാരണം? എനിക്കവിടെ അത്ര താല്പര്യമല്ല. അത് വേറൊരു മകൻ്റെ മനസ്സിൽ തീ കോരിയിടുന്ന ചിന്തയാണ്. അത് നിങ്ങളുടെ നാശത്തിൻ്റെ കുഴി സ്വയം തോണ്ടുകയാണെന്ന് മനസ്സിലാക്കണം. എല്ലാവരെയും നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കളായി കാണണം. എത്ര മക്കൾ വന്നിട്ട് നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരയാറുണ്ടെന്നറിയോ? ഞാനൊരു വീട് വെച്ചിട്ട് എൻ്റെ ഉമ്മ ഇന്ന് വരെ അതിലൊരു ദിവസം വന്ന് താമസിച്ചിട്ടില്ല എന്ന് പറയുന്ന നൂറുകണക്കിന് പ്രവാസികളെ എനിക്കറിയാം. എന്നാ ഉമ്മ മറ്റോൻ്റെ വീട്ടിൽ പോയിട്ട് മാസങ്ങൾ നിൽക്കും, ഇവൻ്റെ വീട്ടിൽ മാത്രം നിൽക്കൂല. എന്താ പ്രശ്നം? കാരണമൊന്നുമില്ല. ഇത് ഈ മകൻ്റെ മനസ്സ് നെരിപ്പോടാക്കില്ലേ? ഇത് ഈ മകൻ്റെ മനസ്സ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കില്ലേ? മക്കളോട് നീതി പാലിക്കൂ. എഴുതിലൂ ബൈന ഔലാദിക്കും. നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ അനീതി കാണിക്കല്ലേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരേ കണ്ണോടെ കാണണേ, രണ്ടായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാണല്ലേ എന്ന് മുത്തു മുസ്തഫയുടെ നിർദ്ദേശം അവഗണിക്കുമ്പോൾ ഉമ്മമാര് ഉപ്പമാര് സ്വയമതാ മക്കളിൽ നിന്ന് അകന്നു പോകുന്നു. സൂക്ഷിക്കണം. കുടുംബത്തിൽ അത് അശാന്തി ഉണ്ടാക്കും, അത് പരിക്കുകളുണ്ടാക്കും. അതുകൊണ്ട് സമാധാനത്തോടുകൂടെ അവിടെ കഴിയണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കും വളർന്നു വരുന്നുണ്ട് മക്കളെന്നറിയണം. ഇതിനൊക്കെ പകരം തരാൻ നമുക്ക് മക്കൾ വളരുന്നുണ്ട്. ഇപ്പം കൊച്ചുകുട്ടിയാണ്, നമ്മൾ താലോലിക്കുന്നുണ്ട്. ഉമ്മയെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ? ഉപ്പയെ വേദനിപ്പിക്കുന്നുണ്ടോ? വരമ്പത്ത് നിന്ന് കൂലി തരാൻ നിങ്ങളുടെ പാല് കുടിച്ച് വളരുന്ന മോളതാ ഒരുങ്ങി വരികയാണ്, മകൻ ഒരുങ്ങി വരികയാണ്. കിട്ടാതെ യാത്രയാവൂല. അത്ര വലിയ ഗുരുതരമായ കേസാണിത്. അതുകൊണ്ട് മാതാപിതാക്കളെ അറിഞ്ഞുകൊണ്ടൊരാളും ദ്രോഹിക്കരുതേ. തിരിച്ച് പകരം തരാൻ നമ്മളുടെ മക്കളും വളരുന്നുണ്ടെന്ന് ഗൗരവത്തോടെ ആലോചിക്കണം. അതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണ്? നമ്മളുടെ വീട്ടിലുള്ള മക്കള്, ആ മക്കളോട് ചിലത് പറയാനുണ്ട്. അതുപോലെ തന്നെ പെൺമക്കളോട് പറയാനുണ്ട്.
അമ്മായിമ്മമാരോട് പറയാനുണ്ട്. ചില അമ്മായിയമ്മമാർ അഥവാ മകൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. പെരുന്നാളിൻ്റെ ദിവസമായി. പെരുന്നാളിൻ്റെ അന്ന് ഈ മോള് ചോദിക്കുന്നു അമ്മായിമ്മനോട്, ഉമ്മ ഞാൻ ഇന്ന് എൻ്റെ പുരയിലേക്ക് പോയിക്കോട്ടെ. അപ്പം ഈ അമ്മായിമ്മ പറയണ്, ഇന്നെങ്ങനെ പോയാൽ ശരിയാവുക? ഇന്ന് എൻ്റെ മാപ്പിളുടെ ആ പെങ്ങന്മാരൊക്കെ ഇങ്ങോട്ട് വരുന്ന ദിവസമല്ലേ. അപ്പം നാത്തൂമാർ വരികയാണ്. നാത്തൂമാർ അവരെ കല്യാണം കഴിച്ചിട്ടുള്ള വീടുകളിൽ നിന്ന് അവർ പെരുന്നാളിൻ്റെ സന്തോഷം ഉമ്മ ബാപ്പയൊത്ത് പങ്കിടാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എൻ്റെ പെൺമക്കൾ എന്നുള്ളത് കൊണ്ട് എൻ്റെ മകൻ കല്യാണം കഴിച്ച എൻ്റെ മരുമകളോട് ഞാൻ പറയാണ്, നീ നിൻ്റെ ഉപ്പാടടുത്തേക്ക് ഇന്ന് പോകാൻ പറ്റൂല, കാരണം എൻ്റെ മോള് വരുന്നുണ്ട്. എന്തേ ഉമ്മ നിങ്ങളിങ്ങനെ ആയത്? ഉമ്മ നിങ്ങൾ ചിന്തിക്കേണ്ടത് അനീതിയല്ലേ? നിങ്ങൾ കാത്തിരിക്കുന്നത് ആരെയാണ്? നിങ്ങളുടെ കല്യാണം കഴിച്ചു വിട്ട മകളെയാണ്. അതേപോലെ നിങ്ങളെപ്പോലെ നൊന്തുപറ്റ ഒരു ഉമ്മ അവിടെയും കാത്തിരിക്കുന്നില്ലേ ഈ മോളൊന്നങ്ങോട്ട് ചെല്ലാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ? അതെന്തേ നിങ്ങൾ രണ്ടിട്ട് കാണുന്നത്? അത് അശാന്തി ഉണ്ടാക്കും, അത് കുടുംബത്തിൽ അസ്വാരസ്യമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം ആരാൻ്റെ പെൺമക്കൾ അവരുടെ വീട്ടിലും പോയി സന്തോഷിക്കട്ടെ. അങ്ങനെയല്ലേ നീതി പാലിക്കേണ്ടത്? അതിന്ന് പല അമ്മായിയമ്മമാർക്കും പറ്റുന്നില്ല. അവിടെ അമ്മായിയമ്മയും മരുമകളും അകലുകയല്ലേ ചെയ്യുന്നത്. ആരാണ് കുറ്റക്കാരി? അമ്മായിമ്മക്ക് പ്രശ്നമല്ലേ? ഈ നാത്തൂമാരി ഇടപെടുന്നുണ്ട്. ആങ്ങളെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് ഒരു വിവാഹ ജീവിതം അവരാരംഭിക്കുകയാണ്. ആ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ നാത്തൂമാർ കയറി ഇടപെടുകയാണ്. ദയവായിട്ട് പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങളുടെ ആങ്ങളെ വിവാഹ ജീവിതം നയിക്കുന്നതിലേക്ക് നിങ്ങൾ കയറി നോക്കണ്ട. അവർക്ക് നിങ്ങൾ ഫ്രീഡം കൊടുക്ക്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടണ്ട. അവരെവിടെ പോകുന്നു, എന്ത് വാങ്ങുന്നു, എന്ത് പർച്ചേസ് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട. അത് അവരുടെ ചോയ്സാണ്. നിങ്ങൾ ഇടപെടണ്ട. അവിടെ നാത്തൂം പോരിന് കാരണമാകും, അവിടെ അകൽച്ചയുണ്ടാകും. കാരണം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊരു മാപ്പിളയുടെ സ്ത്രീയായി മാറിയിട്ട് നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഇതേപോലെ നിങ്ങൾക്കൊരു നാത്തൂൻ പെങ്ങളുണ്ടെങ്കിൽ ആ നാത്തൂൻ പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ നിങ്ങൾക്കെന്ത് തോന്നും? ഇതേ ചിന്ത നിങ്ങൾക്ക് നിങ്ങൾ ചെല്ലുന്ന വീട്ടിലും ഉണ്ടാകണം. അല്ലെങ്കിൽ അശാന്തിയാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അമ്മായിയമ്മ പോരും നാത്തൂൻ പോരും അതുപോലെ തന്നെ ഈ വിധത്തിലുള്ള പോരുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പെണ്ണുങ്ങൾ തന്നെയാണ്. അവർ തന്നെയാണ് അതിന് കാരണമായി മാറുന്നത്. അതിനെന്താ കാരണം? എല്ലാവരും ചിന്തിക്കുന്നത് അവരവരുടെ കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യം ശരിയാവണം എന്നാണ് ചിന്തിക്കുന്നത്. അതിനല്ലേ പച്ച മലയാളത്തിൽ സ്വാർത്ഥത എന്ന് പറയുന്നത്. സ്വാർത്ഥരാകാൻ പാടുണ്ടോ? ഞാൻ സ്വാർത്ഥത എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? മറ്റുള്ളവനുമില്ലേ അവൻ്റേതായ മോഹങ്ങളും ആഗ്രഹങ്ങളും? അത് ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ മക്കളെ ശരിക്ക് വളർത്തണം നമ്മുടെ വീട്ടിലെ. ഇതാ ഇന്നിപ്പോൾ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഴക്കാട്ടുള്ള ഒരു പെൺകുട്ടി ചാലിയാറിൽ മുങ്ങി മരിച്ചു. ഇന്നലത്തെ വാർത്തയാണ്, 2 ദിവസം മുമ്പുള്ള വാർത്തയാണ്. എന്തേ ആ പെൺകുട്ടി 17കാരി, ആ നല്ല പ്രായപൂർത്തിയെത്തി മെച്ചുവേർഡായിട്ടുള്ള ആ പെൺകുട്ടി, അവളെന്തേ ചാലിയാറിൽ നിന്ന് അവളുടെ മയ്യത്ത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നതെന്തേ? ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും ആ പെൺകുട്ടിയെ കരാട്ടെ മാഷുടെ മുമ്പിലേക്ക് പഴിച്ചു കൊടുത്തതാണ്. കരാട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മകളെ, പ്രായം തികഞ്ഞ മകളെ അന്യമാഷിൻ്റെ മുമ്പിലേക്ക് അയച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളെ, ആ കുട്ടികൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നിങ്ങളല്ലേ ഉത്തരവാദികളാകുന്നത്? കരാട്ട പഠിക്കാൻ വേണ്ടി പെൺകുട്ടികളെ പറഞ്ഞേക്കുക. നിങ്ങൾ കരാട്ടയും കായിക വിനോദമൊക്കെ മക്കളെ പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പഠിപ്പിച്ചോളൂ. പക്ഷേ ആണിനെ പഠിപ്പിച്ചോട്ടെ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ട്രെയിനിയായിടത്തേക്കല്ലാതെ ഒരു കരാട്ടെ ക്ലാസ്സിനും നിങ്ങൾ വിട്ടുകൂടാ. വാർത്തകളിൽ കണ്ടില്ലേ, പോക്സോ കേസിൻ്റെ പേരിൽ ആ ട്രെയിനർ ഇന്ന് ജയിലിലാണ്. അയാൾ ചെയ്ത തെമ്മാടിത്തങ്ങൾ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ എത്രമാത്രം വൃത്തികേടാണ് ആ മനുഷ്യൻ ചെയ്തത്. കരാട്ടെ മാഷെന്ന പേരിൽ അയാളുടെ ഹോബി തന്നെയും ഇതാണത്രേ. പെൺകുട്ടികളെ അയാൾ വലയിലാക്കിയിട്ട് ലൈംഗികമായി അയാൾ ഉപയോഗപ്പെടുത്തുന്നുവത്രേ. അവിടേക്കാണോ ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കരാട്ടെ മാഷായിട്ട് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്ന ഉമ്മമാര് ഉപ്പമാര് ടൂറിന് വേണ്ടി നാട്ടിൽ നിന്ന് ഉമ്മോള് വിളിക്കേണ്.
മോള് ബാംഗ്ലൂരാ പഠിക്കുന്നത്, മൈസൂരാ പഠിക്കുന്നത്, കോളേജിലാ പഠിക്കുന്നത്, എനിക്കൊന്ന് ടൂർ പോകണം. ആണും പെണ്ണും ഒരുമിച്ചുള്ള ടൂറിന് വേണ്ടി മക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അതിന് ഫീസ് കൊടുത്ത് പണം കൊടുത്തിട്ട് നിങ്ങൾ ഖത്തറിൽ നിന്ന് റിയാലയച്ചു കൊടുക്കുമ്പോൾ നരകത്തിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞയച്ചു കൊടുക്കുകയാണ്. ബസ്സിൽ അവർ അടിത്തിമർക്കുകയാണ്, അവരൊരുമിച്ച് ജീവിക്കുകയാണ്, ലഹരി അവർ നുരയാൻ ആരംഭിക്കുന്നു. പറഞ്ഞാൽ തീരാത്തത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. ഇപ്പം എല്ലാവർക്കും കേരളത്തിലെ വിദ്യാഭ്യാസം പോരാ, ഇന്ത്യയിലും പോരാ, UK അങ്ങ് പോകണം. അങ്ങനെ UK പോകുന്നു. ബാപ്പ നല്ല മുത്തക്കിയായ ബാപ്പ, ഉമ്മ നല്ല ഖുർആൻ ക്ലാസ്സിനൊക്കെ പോണ ഉമ്മ. മകന് പോലും ആവശ്യം UK പഠിക്കാൻ പോകണം. അവൻ UK പോയി ലഹരിയുടെ അടിമയാണ്, മയക്കുമരുന്നിൻ്റെ അടിമയാണ്, ലൈംഗികമായ വൃത്തികേടിൻ്റെ അടിമയാണ്. അങ്ങനെ അങ്ങനെ മടങ്ങി വന്നാൽ ശ്രദ്ധിക്കണേ, നല്ലൊരു കണ്ണ് വേണം, നല്ലൊരു ശ്രദ്ധ വേണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഇന്ന് തട്ടമിടാൻ വലിയ മടിയാണ്. അവർ തട്ടമിടുന്നത് തന്നെ ഒരു ഫാഷനാണ്, മാറുമറക്കാത്ത തട്ടമാണ്, പ്രത്യേകമായ രൂപത്തിലാണ് തട്ടമണിയുന്നത്. ഈ വിധത്തിലുള്ള വേഷവിധാനം നമ്മുടെ വീട്ടിലെ പെൺമക്കൾ അങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണമാകരുത്. ലെഗിൻസ് എന്ന പേരിൽ ഒരു സാധനം കുത്തിക്കയറ്റുന്നു. ഞാനതിന് എനിക്ക് പറയാവുന്ന ഒരു ഉദാഹരണം മറ്റൊന്നും തോന്നുന്നില്ല. പച്ച നിറത്തിലുള്ള ലെഗിൻസ് ആണെങ്കിൽ പച്ച പെയിൻ്റ് അടിച്ച് പുറത്തിറങ്ങിയതേ പറയാൻ പറ്റുള്ളൂ. ചുവന്ന ലെഗിൻസ് ആണോ ചുവന്ന പെയിൻ്റ് അടിച്ചൂതേ തോന്നുകയുള്ളൂ. വേറെ എന്ത് വ്യത്യാസമാണുള്ളത്? അതല്ലേ ലെഗിൻസ് വേഷം. ഇത് നമുക്ക് പറ്റുമോ ഉമ്മ? ഇത് നമുക്ക് പറ്റുമോ പെങ്ങളെ? ലോകത്ത് ആരൊക്കെ എന്തൊക്കെ അതിനെ സന്തോഷം പറഞ്ഞാലും റഹ്മാനായ റബ്ബിനത് ഇഷ്ടമല്ലല്ലോ. സ്വർഗത്തിൻ്റെ മണം പോലും അത്തരം പെണ്ണുങ്ങൾ ആസ്വദിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ നമ്മൾ വലിയ ആലോചനയുള്ളവരായിരിക്കണം. ഇനിയും സഹോദരന്മാരെ, നമ്മുടെ വീടുകൾ നന്മയുടെ വിളതലങ്ങളായി മാറണം. അപ്പോഴേ അവിടെ ശാന്തി പടരുകയുള്ളൂ. അതിനവിടെ മുടങ്ങാതെ ഖുർആനോത്ത് നടക്കണം. ഖുർആൻ പാരായണം ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത്. ബാപ്പയും ഓതണം, ഉമ്മയും ഓതണം, മകളും ഓതണം, മരുമകനും ഓതണം, പേരക്കുട്ടികളും ഓതണം, എല്ലാവരും ഖുർആൻ ഓതണം. എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുവോളം ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അത് നമ്മുടെ വീടുകളിൽ നടന്നു എന്ന് ഉറപ്പുവരുത്തണം. സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാരൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. ഫർളുകൾ പള്ളിയിൽ നിർവഹിക്കൽ നിർബന്ധമായ പുരുഷന്മാർ പോലും സുന്നത്ത് നിസ്കാരങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരണം. അതിൽ ബറക്കത്തുണ്ട്, റഹ്മത്തുണ്ട്. പള്ളിയിൽ നിസ്കരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടി വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചാൽ പുരുഷന്മാർക്കുണ്ട്. വീടുകളിൽ ചർച്ചകൾ നടക്കണം. ദീനിയായ ചർച്ചകൾ ഇടയ്ക്ക് ബാപ്പയും മക്കളും ഒക്കെ ഇരുന്ന് നടത്തണം. കുടുംബം ഒന്നിച്ചിരുന്ന് നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒരിക്കലും ആരാൻ്റെ ഗീബത്തും നമീമത്തും പറയുന്ന പരദൂഷണത്തിൻ്റെ വേദിയായി നമ്മുടെ വീട് മാറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സാമ്പത്തികമായ അച്ചടക്കം പ്രത്യേകം വേണം. എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ തിരിയണം. നമ്മുടെ കുടുംബനാഥൻ്റെ വരുമാനം എത്രയാണ്? വരവിനനുസരിച്ചല്ലാതെയുള്ള ചെലവിന് ഉമ്മമാരെ നിർബന്ധിക്കരുത്, ഭാര്യമാർ നിർബന്ധിക്കരുത്, മക്കൾ നിർബന്ധിക്കരുത്, ആവശ്യത്തിനല്ലാതെ ചെലവഴിക്കരുത്. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ മൂന്നായി തരംതിരിക്കണം. ഒന്ന് അത്യാവശ്യം എന്ന കള്ളിയിൽ വരുന്നത്, മറ്റൊന്ന് ആവശ്യം എന്ന കള്ളിയിൽ വരുന്നത്, മറ്റൊന്ന് അനാവശ്യം എന്ന കള്ളിയിൽ വരുന്നത്. ആദ്യത്തെ രണ്ട് കള്ളിയും ക്രമപ്രകാരം ഫില്ല് ചെയ്തിട്ട് മൂന്നാമത്തെ കള്ളി പറ്റയങ്ങ് വെട്ടി നീക്കണം. അപ്പം സാമ്പത്തികമായ അരാജകത്വം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്നലെ ഞാൻ പറഞ്ഞ വിശ്വാസവിശുദ്ധി, കർമ്മവിശുദ്ധി, സ്വഭാവവിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി, ലൈംഗിക വിശുദ്ധി, ധാർമ്മിക വിശുദ്ധി, ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടുള്ളൊരു കുടുംബമായിട്ടാണ് മുന്നോട്ട് പോയി നോക്കിയേ, സ്വർഗം ഉണ്ടാകും. കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ പോകാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും സംതൃപ്തിയുള്ളൊരു കുടുംബജീവിതം ഈ ലോകത്തും പ്രദാനം ചെയ്ത് സന്തോഷത്തോടെ നമ്മുടെ കുടുംബമൊന്നിച്ച് സ്വർഗത്തിലെത്താൻ എല്ലാ തൗഫീക്കുകളും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ജീവിതം രണ്ട് ലോകത്തും റബ്ബ് അനുഗ്രഹിച്ചുകൊണ്ട് അവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ
രോഗികളായവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഏത് പ്രയാസങ്ങളെയും അറിയാവുന്ന റബ്ബ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ, ജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.